ഉണ്ടോ ഇല്ലേ എന്നൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് ദിവസം മുന്നേ സാറിന്റെ ഒരു പോസ്റ്റർ കണ്ടു റിഗാർഡിങ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്ത ഏരിയ ആയതുകൊണ്ട് അപ്പൊ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളതൊക്കെ ഞാൻ കൂടെ നിന്ന് ക്യാൻസർ പേഷ്യൻസിനെ കൂടെ കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പൊ ഐ തോട്ട് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. സോ ദാറ്റ് ഇപ്പൊ നിങ്ങൾ ഏതായാലും ഇന്റഗ്രൽ ഓപ്റ്റിമിസം പഠിക്കുവാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഏത് കാര്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ട്, നല്ലതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ കുറച്ചും കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും പഠിക്കാൻ. സോ ഐ തോട്ട് ഐ കം ആൻഡ് ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് യു. ആൻഡ് ഇപ്പൊ പോസിറ്റീവ് സൈക്കോളജി ക്യാൻസർ പേഷ്യൻസിൽ തന്നെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് എന്റെ റിസർച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ഒരിക്കലും ഇത് എന്റെ ഊഹം അങ്ങനെയല്ല. റിസർച്ചിന് എപ്പോഴും സയന്റിഫിക് ആയിട്ടൊരു ബാക്കപ്പ് വേണം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്തത് കൊണ്ട് ഐ തോട്ട് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇപ്പോ ക്യാൻസർ പേഷ്യൻസിൽ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തെറപ്പി, ഒരു തെറപ്യൂട്ടിക് ടെക്നിക് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ഇൻഡിവിജ്വൽസിലും ഒരു നല്ല എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്രത്തോളം ഒരു കണ്ടീഷൻ ഗോ ത്രൂ ചെയ്യുന്നവർ, ഇമോഷണലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ, ആ കണ്ടീഷനിലുള്ളവരിൽ ചെറിയ ഹാപ്പിനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ പോലെ നോർമൽ ആയിട്ട് സോ കോൾ ഹെൽത്തി പീപ്പിളിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. സോ അപ്പോൾ ടോക്കിംഗ് അബൌട്ട് ഹാപ്പിനെസ്, നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. സോ ഹാപ്പിനെസ്സിന് ഒരു ഫോർമുലയാണ്. H=S+C+V എന്ന് പറയും. അപ്പൊ എന്താണ് ഈ എസും സിയും വിയും കൂടി കമ്പൈൻ ആകുന്നതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എന്താണ് എസ് എന്ന് നോക്കാം. എസ് എന്ന് പറയുന്നത് സെറ്റ് പോയിന്റ്സ് എന്ന് പറയും. സെറ്റ് പോയിന്റ്സ് എന്ന് വെച്ചാൽ സിംപ്ലി ജനറ്റിക്സ്, നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സിന്റെ അടുത്ത് നമുക്ക് പാസ് ഓൺ ചെയ്യുന്ന ജനറ്റിക്കൽ ആയിട്ടുള്ള കോമ്പണൻസിലൂടെ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് വെക്കാനും ഒക്കെ പറ്റുന്ന ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അതൊരു ട്രേറ്റ് എന്ന് പറയും. അപ്പൊ ഈ ട്രേറ്റ് എത്രത്തോളം നമ്മളിലുണ്ട് എന്നുള്ളത് ഇറ്റ് മാറ്റേഴ്സ്. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 50% ആണ്. അപ്പോൾ 50% നമ്മുടെ ഹാപ്പിനെസ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ജനറ്റിക്സ് ആണ്. ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടാവുമല്ലേ, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഭയങ്കര ഗ്രംപി ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെ കാണുമ്പോൾ ഗ്രാൻഡ് കിഡ്സ് ഒക്കെ വഴക്കുണ്ടാക്കുമ്പോൾ പറയും ഇത് അച്ചാച്ചനെ പോലെയാണ്, ഏത് നേരം ദേഷ്യമാണെന്നൊക്കെ പറയും. അപ്പോൾ 50% ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ജനറ്റിക്സ് ആണ്. ബാക്കിയുള്ള 50% എങ്ങനെയാന്ന് വെച്ചാൽ സി, S+C+V അല്ലേ. ഈ സി എന്ന് പറയുന്നത് സർക്കംസ്റ്റൻസസ് ആണ്, നമ്മുടെ സാഹചര്യം. അതിന്റെ 10% സർക്കംസ്റ്റൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സർക്കംസ്റ്റൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ, നമ്മുടെ ജോലി, നമ്മുടെ സാലറി, നമ്മുടെ വീട്, നമ്മുടെ വണ്ടി. അപ്പോൾ ഇതെങ്ങനെയാ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇപ്പൊ നല്ലൊരു വീടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ എന്നും മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരുന്നൊരു വീടാണെന്ന് വെച്ചോളൂ, പൈപ്പ് എപ്പോഴും ടാപ്പ് എപ്പോഴും ലീക്ക് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോസറ്റ്സ് എപ്പോഴും കേടാണ്, അങ്ങനെയാകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ഒബ്വിയസ്ലി ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ വണ്ടി എന്നേരം കേടായിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും റീപ്ലേസ് ചെയ്യണം, ഏത് നേരം വർക്ക്ഷോപ്പിലാണെന്നൊക്കെ പറയുമ്പോൾ അഗെയിൻ ഹാപ്പിനെസ് അവിടെ ഇച്ചിരി കുറയും അല്ലേ. നല്ലൊരു ജോലി ഇല്ലെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ്, സർക്കംസ്റ്റൻസസ് 10% കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ നേരത്തെ സെറ്റ് പോയിന്റ് 50, സർക്കംസ്റ്റൻസ് 10 ആയി, ബാക്കി ഇനി 40% ഉണ്ട്. അപ്പൊ ഈ 40% എന്താണ്? ഇതിന് നമ്മൾ വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയും. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയാ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഈ കാര്യങ്ങൾ നമ്മളിപ്പോ CBT ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ തോട്ടും ആക്ഷനും ഇമോഷൻസും ഒക്കെ പറയും പോലെ ഇതൊരു കോമ്പണന്റ് ആണ് വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് എൻറ്റയർലി ഈ 60% ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഈ 40% ആർക്കാണോ കൺട്രോളിൽ വെക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അല്ലാതെ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ആളുകളുടെ ലൈഫിൽ ഹാപ്പിനെസ് പെർസീവ് ചെയ്യുന്ന ഇച്ചിരി പാടായിരിക്കും. കാരണം ഇൻ കേസ് അവരുടെ ജനറ്റിക് കോൺസ്റ്റുവൻസ് സെറ്റ് പോയിന്റ്സ് ബെറ്റർ ആണെങ്കിൽ, ആൻസിസ്റ്റേഴ്സ് ഒക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നാച്ചുറലി അവർ ഹാപ്പി ആയിരിക്കും. ഇനി അതല്ല, ആൻസിസ്റ്റേഴ്സ് ഇത്ര ഹാപ്പി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ജനറ്റിക് ആയിട്ടുള്ള കോമ്പണന്റ് അവിടെ കുറയുമ്പോൾ നമ്മൾ ഈ 40% വെച്ച് വേണം ഹാപ്പിനെസ് ലൈഫിൽ കൊണ്ടുവരാൻ. അപ്പൊ ഈ 40% നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതനുസരിച്ച് നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കോ അല്ലെങ്കിൽ ഭയങ്കര മിസറബിൾ ആയിരിക്കോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ 40% പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷെ എല്ലാവരും അത് ട്രൈ ചെയ്യാറില്ല. എല്ലാവരും ഈ ബാക്കിയുള്ള 60% ഡിപ്പെൻഡ് ചെയ്ത് പോകും. എന്റെ ലൈഫിൽ ഇങ്ങനെയാണ്, ഹാപ്പിനെസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ തിങ്ക് ചെയ്യും. ഈ 40% ആരും അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല.
സോ വി ഹാവ് ടു കൺസിഡർ. ഇപ്പൊ ചെയ്യുന്ന ആളുകളും ചെയ്യാത്ത ആളുകളും എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്റെ തന്നെ ലൈഫിൽ നിന്ന് പറയാം. എന്റെ ചൈൽഡ്ഹുഡില് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, സലീം എന്നായിരുന്നു അവളുടെ പേര്. അപ്പോൾ ഞാനും അവളും എവിടെ പോയാൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ എന്റെ തൊട്ടടുത്തായിരിക്കുന്ന സെയിം ബെഞ്ചിലാണ്. അപ്പോൾ രാവിലെ എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, ക്ലാസ്സിലെത്തി കഴിയുമ്പോൾ ഞാൻ എന്റെ ബാഗ് ക്ലാസ്സിൽ വെച്ചിട്ട് കളിക്കാനായിട്ട് പുറത്തിറങ്ങി പോകും. അപ്പൊ ഈ സലീനെയും കൂടെ കൂട്ടും. ഞാൻ എന്നും പോകും, സലീൻ എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ഞങ്ങളെക്കാളും മുന്നേ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലുണ്ടായിരുന്നു. രണ്ടുപേർക്കും അടി കിട്ടി. എനിക്കൊരു 4-5 അടി എക്സ്ട്രാ കിട്ടി, കാരണം ഞാനാണ് ഈ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് ടീച്ചർക്ക് അറിയാം. അങ്ങനെ ഒരു 4 അടി എക്സ്ട്രാ കിട്ടി. സലീലിന് 1-2 അടി കിട്ടി. പക്ഷെ ഈ അടി കിട്ടിയ മൊമെന്റ് തൊട്ട് സെലീൻ കിടന്ന് കരയുവാണ്. ഞാൻ കരയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ സെക്കൻഡ് പീരീഡ് പി ടി ആണ്. ഇപ്പൊ പി ടിക്ക് വിടുന്നുള്ള ഒറ്റൊരു ഹോപ്പ് കൊണ്ട് എനിക്കിങ്ങനെ വലിയ കരച്ചിലൊന്നും വന്നില്ല. നല്ല വേദന എടുത്തു, പക്ഷെ കരഞ്ഞില്ല. അപ്പൊ ഞാനത് അടിയൊക്കെ കൊണ്ടുകൂടിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ ആ ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് നോട്ട്ബുക്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾ പി ടിക്ക് പോയി. പി ടിക്ക് പോയിട്ടും സെലീൻ വലിയ ഹാപ്പി അല്ല. അവള് ആ കോർണറിൽ ഇങ്ങനെ ഇരിക്കുക, കളിക്കുന്നില്ല, ഒന്നിനും കൂടുന്നില്ല. ആൻഡ് ദെൻ ഞങ്ങൾ പതുക്കെ സ്ലൈഡിലൊക്കെ കയറി കളി തുടങ്ങി. 2 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ആ സ്ലൈഡിൽ നിന്ന് താഴെ വീണ് 2 കാലിലും മുട്ടും പൊട്ടി. പിന്നെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്ത് വീണ്ടും വന്ന് ഗ്രൗണ്ടിലേക്ക് എത്തി. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സെലീനെ നോക്കുക, സെലീൻ എന്തായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവളെപ്പോഴും സെയിം ഒരു ഗ്ലൂമി ആയിട്ടായിരിക്കും. അപ്പൊ ഞാൻ ഇച്ചിരി മുട്ടിൽ കുറച്ച് മരുന്നും പൊടിയും ഒക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ കണ്ടിന്യൂ പ്ലേയിങ്. കളിയെല്ലാം കഴിഞ്ഞ് ഇന്റർവെൽ ആയി തിരിച്ച് ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും സെലീന്റെ അമ്മ സെലീന് പ്ലം കേക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്റെ അമ്മ മേരിഗോൾഡ് ബിസ്ക്കറ്റാണ് തന്നിരിക്കുന്നത്. എനിക്ക് തൊട്ടും ഇഷ്ടമല്ല, പക്ഷെ അമ്മ തന്നിരിക്കുന്നത്. അതിന് ഞാൻ ഭയങ്കര വിശക്കത്തുണ്ട്, ഇത് ഇഷ്ടമല്ല, പിന്നെ കഴിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സെലീൻ ഭയങ്കര ലക്കിയാ, അവളുടെ മമ്മി പ്ലം കേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൾ അതും കഴിക്കുന്നില്ല, കാരണം ഫസ്റ്റ് പീരീഡ് കിട്ടിയ അടിയാണ് സംഭവം. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത പീരീഡ് വീണ്ടും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഞങ്ങൾ എഴുതിയ ടെസ്റ്റ് ഇല്ലേ അതിന്റെ റിസൾട്ട്സ് തന്നുകൊണ്ടിരിക്കുക, നോട്ട്ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സെലീന് അവിടെ 10 ഔട്ട് ഓഫ് 10 മാർക്കാണ്. ഞാൻ ഈ പി ടി പീരീഡ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം കൊണ്ട് ഞാൻ എഴുതിയ നോട്ട്ബുക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തില്ല. ഞാൻ ഡെസ്കിൽ തന്നെ വെച്ചിട്ട് പി ടിക്ക് പോയി. അപ്പോൾ എന്റെ നോട്ട്ബുക്ക് മാത്രം അവിടെ ഇല്ല. അപ്പൊ രണ്ടാമത് അതിനും അടി കിട്ടി. So ഇതാണ് അന്നുണ്ടായ സംഭവം. അപ്പൊ ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഐ വാസ് ദിസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി ആയിരുന്നു ഞാൻ. അപ്പൊ ഞാൻ എന്റെ മമ്മിയുടെ അടുത്ത് ചോദിച്ചു, മമ്മി എനിക്കും അടി കിട്ടി അവൾക്കും അടി കിട്ടി, എനിക്ക് അവളെക്കാളും കൂടുതൽ അടി കിട്ടി. പക്ഷെ ഞാൻ ഹാപ്പി ആയിട്ട് പി ടി പീരീഡ് പോയി. ഞാൻ വീണ്ടും ക്ലാസ്സിൽ കയറി, ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിനും അടി കിട്ടി. ഞാൻ പക്ഷേ കൂളായിട്ട് വന്നില്ല, അവൾ എന്തിനാ കരഞ്ഞെന്ന് പറഞ്ഞു. അതിന് എന്റെ മമ്മി പറഞ്ഞൊരു ആൻസർ ഉണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മമ്മി പറഞ്ഞത്, നിനക്ക് ഉളുപ്പില്ല, അവൾക്ക് ഉളുപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അവള് അതിലെല്ലാം റിയാക്ട് ചെയ്തു, കരഞ്ഞു. നിനക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ട് നീ അതൊന്നും വലിയ കാര്യമാക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഓപ്റ്റിമിസം, എന്താ പറയാ, അടിച്ചമർത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ അമ്മമാര് പറഞ്ഞ ആ ഏജ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ലല്ലോ, അതുപോലെ ഞാൻ അതും കൺസിഡർ ചെയ്തില്ല. ബട്ട് ഈ ഇപ്പത്തിന് എനിക്കറിയാം, ഒരു അടി കിട്ടിയെന്നും പറഞ്ഞൊക്കെ നമ്മൾ പി ടി പീരീഡ് മിസ് ചെയ്യാൻ പാടില്ല, പ്ലം കേക്ക് മിസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അന്നും. പക്ഷെ എന്തുകൊണ്ട് സെലിന് ഞാൻ തിങ്ക് ചെയ്യും പോലെ തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ റിമൈൻഡ് വിത്തിൻ മീ. അന്ന് നമുക്ക് അറിയില്ലല്ലോ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്, ഓരോ ആളുകളും വേറെ വേറെ പേഴ്സണാലിറ്റീസ് ആയിരിക്കും, ഒരുപാട് ഡിഫറെന്റ് ട്രേറ്റ്സ് ഉണ്ടെന്നൊന്നും അന്ന് അറിയില്ല. പക്ഷെ വളർന്ന് വലുതായപ്പോ ഞാൻ ഈ പോസിറ്റീവ് സൈക്കോളജി ഒക്കെ കേട്ട സമയത്ത്, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ആയ സമയത്ത് ഐ വാസ് ഹാപ്പി. ബിക്കോസ് ഞാൻ വെറുതെ തിങ്ക് ചെയ്തിരുന്ന കാര്യം ഇത്രയും സയന്റിഫിക്കലി ഒരു പ്രൂവൻ സബ്ജക്റ്റ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഐ സീരിയസ്ലി ഫെൽറ്റ് വെരി ഹാപ്പി. ആൻഡ് ഇതിപ്പോ അന്നത്തെ രീതിയിൽ ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുമ്പോ, ഇന്നിപ്പോ നമ്മൾ ഈ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി എന്നൊക്കെ പറയില്ലേ. സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഈ പെട്ടെന്ന് മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ പറയും, എന്ത് മഴയാണ്, നശിച്ച മഴയാണെന്നൊക്കെ പറയും, എല്ലാ പ്ലാനും പോയി എന്ന്. പക്ഷെ കുറച്ച് വേറൊരു പെർസ്പെക്റ്റീവ് മാറി കഴിയുമ്പോൾ ആളുകൾ പറയും, മഴ ജോൺസൺ മാഷ് കട്ടൻ ചായ, അല്ലെ. ഇതിൽ എത്ര രണ്ട് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. ഇങ്ങനെയും കാണാൻ പറ്റും, അതിന് എങ്ങനെയും കാണാൻ പറ്റും. എനിക്കൊക്കെ പണ്ട് മഴ എന്ന് പറഞ്ഞാൽ പോപ്കോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മഴ പെയ്താൽ മമ്മി പോപ്കോൺ ഉണ്ടാക്കി തരും. സോ ഇറ്റ് ഡിപ്പെൻസ് അല്ലേ, ഓരോരുത്തരുടെ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ കൾച്ചർ ഒക്കെ വെച്ചിട്ടും അങ്ങനെ പല ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ ദിർ ആർ ഡിഫറൻസ്. അപ്പൊ ഈ നമ്മുടെ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ആകുന്നത് എങ്ങനെയാ, ഫ്രം സംതിങ് നെഗറ്റീവ് ടു സംതിങ് പോസിറ്റീവ് ഷിഫ്റ്റ് ആകുന്നത്, അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് വേർ ഇന്റഗ്രൽ ഓപ്റ്റിമിസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം.
ആൻഡ് എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ പോസിറ്റീവ് സൈക്കോളജി ഇപ്പൊ ക്യാൻസർ പേഷ്യൻസിൽ എന്തിനാണ് പോസിറ്റീവ് സൈക്കോളജി അപ്ലൈ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഐ ഹാഡ് ടു ഫേസ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ബിക്കോസ് പോസിറ്റീവ് സൈക്കോളജി കമ്പാരിറ്റീവ്ലി പുതിയ ഒരു ഏരിയ ഓഫ് റിസർച്ച് ആണ്. ഇപ്പൊ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടാവും. ഒരു പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പോസിറ്റീവ് സൈക്കോളജിയിൽ, നമ്മളൊരാളുടെ നെഗറ്റീവ് ഒരു അസ്പെക്ട് ആയിക്കോട്ടെ, ഒരു നെഗറ്റിവിറ്റി ആയിക്കോട്ടെ, അതൊരാള് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്യുന്നതും ഒരാളിലുള്ള ഒരു പോസിറ്റീവ് കാര്യം കണ്ടുപിടിച്ച് അത് ഇൻക്രീസ് ചെയ്യുന്നതും സെയിം എഫക്റ്റ് ആണ്. അല്ലെ? ഇപ്പൊ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ പോസിറ്റിവിറ്റി ഒരു സ്ഥലത്ത് നിന്ന് ഇൻക്രീസ് ചെയ്യുന്നത് ആപ്ലിക്കബിൾ, പക്ഷെ എല്ലാ സിറ്റുവേഷൻസിലും നെഗറ്റിവിറ്റി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നെഗറ്റിവിറ്റി അവിടെ തന്നെ ഉണ്ടാവും, അത് മാറില്ല, ഇറ്റ്സ് സ്റ്റേബിൾ. എന്നാൽ നമുക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു പെർസ്പെക്റ്റീവ് ലൈഫിലേക്കാണ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു റൂം ഉണ്ട്, ഭയങ്കര ഡാർക്കാന്ന് വെക്കുക, അവിടെ ഫുള്ളി ഇരുട്ടാണ്. നമുക്ക് ആ റൂമിൽ നിന്ന് ഇരുട്ടിനെ മാത്രം മാറ്റാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഡാർക്ക്നെസ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റഡ് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അവിടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബൾബ് ഇടാം, ഇറ്റ് ഗ്ലോസ് അപ്പ് അല്ലെ? അപ്പൊ റൂം ഒന്ന് ലൈറ്റ് അപ്പ് ആവും. സോ വി ആർ ഇൻട്രൊഡ്യൂസിങ് സംതിങ് ഗുഡ് ആൻഡ് സംതിങ് പോസിറ്റീവ്. സോ എല്ലാ സിറ്റുവേഷൻസിലും ഇപ്പൊ എനിക്ക് ഒരാൾ ഇറിറ്റേറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഇറിറ്റബിൾ ആണ്, സിറ്റുവേഷൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്നെങ്കിലും ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോണം, അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ഉണ്ടാക്കുന്ന ആളെ എടുത്ത് മാറ്റാന്നല്ല, വാട്ട് ക്യാൻ ബി ഡൺ ഫർദർ എന്നുള്ള രീതിക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. സംതിങ് പോസിറ്റീവ് ഇസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പൊ ഈ കോൺസെപ്റ്റ് പോസിറ്റീവ് സൈക്കോളജി കോയിൻ ചെയ്തത് മാർട്ടിൻ സെലിഗ്മൻ ആണ്. മാർട്ടിൻ സെലിഗ്മന്റെ മോഡൽ ഓഫ് പോസിറ്റീവ് സൈക്കോളജി, നമ്മൾ അതിനെ പെർമ എന്ന് പറയും. ഇറ്റ്സ് ഒരു അബ്രിവേഷൻ ആണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ലൈക്ക് പി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് പോസിറ്റീവ് ഇമോഷൻസ്, ഇ എന്ന് പറയുമ്പോൾ എൻഗേജ്മെന്റ്, ആർ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്സ്, എം ഫോർ മീനിങ് ആൻഡ് എ ഫോർ അക്കംപ്ലിഷ്മെന്റ്. ഈ 5 കോൺസ്റ്റിറ്റ്യുവൻസ് കൂടിയാണ് നമ്മൾ ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ ബേസ് എന്ന് പറയും. എങ്ങനെയാണ് ഈ ഹ്യൂമൻ ബീങ്ങിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞത് മാറ്റി പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നതിന്റെ ദിസ് മോഡൽ എക്സ്പ്ലെയിൻസ്. ഇതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എവിടെയാണ് അല്ലെങ്കിൽ ആരിലാണ് മാറ്റംസ് അല്ലെങ്കിൽ ഇത് സ്റ്റഡി ചെയ്തതെന്ന് വെച്ചാൽ ഡിപ്രഷനുള്ള പേഷ്യൻസ്. ഇപ്പോൾ പൊതുവേ ഡിപ്രഷനുള്ള എല്ലാ പേഷ്യൻസും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അവരൊരു കോമൺ ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. നമ്മൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. അതായത് ഞാൻ എന്ത് ചെയ്താലും ഒന്നും മാറാൻ പോണില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഒരു മാറ്റവും ഉണ്ടാവില്ല, വാട്ട് എവർ ഐ ഡു നത്തിങ് വിൽ ചേഞ്ച് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഹാപ്പിനെസ്സിന് എങ്ങനെയാ ഒരു ജനറ്റിക് കോമ്പണന്റ് ഉണ്ടെന്ന് പഠിച്ച് 50% ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജനറ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞതുപോലെ ഒന്നും ലേൺഡ് ഹെൽപ്ലെസ്സിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഇല്ല. ഇത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഓരോ സ്കില്ല് പഠിക്കും പോലെ എന്നെ കൊണ്ട് പറ്റില്ലെന്നും നമ്മൾ പഠിക്കുന്നതാണ്. എവിടുന്ന ഇത് പഠിക്കുന്നതെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഫെയിലിയർ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഗോ ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എത്ര ട്രൈ ചെയ്താലും ഇങ്ങനെയായിരിക്കും. ഇനി പോസിറ്റിവിറ്റി ഉള്ള ആളുകളെ നമ്മൾ ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ലേൺഡ് ഹെൽപ്ലെസ് ഉള്ളത് നമ്മൾ എന്താണ് പെസിമിസ്റ്റ് എന്ന് പറയും, അല്ലെ? അപ്പൊ ഈ 2 കാറ്റഗറീനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോ ക്ലയൻസ് ആണെങ്കിലും, ഇപ്പൊ എനിക്ക് നിങ്ങൾ ടീച്ച് ചെയ്യുന്നവരാണോ സൈക്കോളജിസ്റ്റ് ആണോ അല്ലെങ്കിൽ എനിക്ക് അറിയില്ല, ഏത് സെറ്റിങ്ങിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. ഒന്ന് 3 P's എന്ന് പറയും ഓഫ് ലേൺഡ് ഓപ്റ്റിമിസം. അതിൽ ഒരെണ്ണം നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ഫ്രം പെർമനൻസ് എന്ന് പറയും. അതായത് ഒരാളോട് നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ട്, ഇപ്പൊ ഓപ്റ്റിമിസ്റ്റിനും ഒരു പ്രോബ്ലം ഉണ്ട്, പെസിമിസ്റ്റിനും ഒരു പ്രശ്നം, 2 പേർക്കും കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പൊ നമ്മൾ ഈ 2 പേരോട് ചോദിക്കുവാണ്, ഈ പ്രോബ്ലം ശരിയാകാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിക്കുവാന്ന് വെച്ചോളൂ. എപ്പോഴും ഈ പെസിമിസ്റ്റ് പറയും ഇത് ഒരിക്കലും ശരിയാവില്ല എന്ന് പറയും, ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇത് മാറില്ല, ഇത് എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറയും. എന്നാൽ ഓപ്റ്റിമിസ്റ്റ് എപ്പോഴും എങ്ങനെയാ പറയാ, ഇത് ടെമ്പററി ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് ശരിയാവും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, കംപ്ലീറ്റ്ലി നെഗറ്റീവ് പറയില്ല. അപ്പൊ പെസിമിസ്റ്റ് ആയിട്ടുള്ളവർ എപ്പോഴും പെർമനൻസ് എന്ന് പറയും, പെർമനന്റ് ആയിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ എന്ന് ബിലീവ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ പെർസെവിനെസ് എന്ന് പറയും. പെർവേസീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ പെസിമിസ്റ്റ് തിങ്ക് ചെയ്യുന്നതും ഓപ്റ്റിമിസ്റ്റ് തിങ്ക് ചെയ്യുന്നതും ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇതില് നിങ്ങൾ എന്താ തിങ്ക് ചെയ്യുന്നത്, ഈ പ്രോബ്ലം ഏതൊക്കെ ഏരിയാസ് ഓഫ് ലൈഫിനെയാണ് അഫക്ട് ചെയ്യുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ മാത്രം ഇതിനെ മാത്രമാണോ അഫക്ട് ചെയ്യുന്നത്, അത് ഓവറോൾ ലൈഫിനെ അഫക്ട് ചെയ്യുന്നു ചോദിച്ചാൽ പെസിമിസ്റ്റ് എപ്പോഴും എന്താ പറയുന്നത് വെച്ചാൽ എന്റെ ലൈഫിൽ ഒന്നും സെറ്റില്ല, ഈ ഒരു ഇഷ്യൂ കാരണം മൊത്തം ലൈഫ് പോയി കിട്ടി, ഇനി ഒരിക്കലും റിവേർട്ട് ചെയ്യില്ല എന്ന് അവർ പറയും. അതുപോലെ ഓപ്റ്റിമിസ്റ്റ് എങ്ങനെയാണ് ആൻസർ പറയുന്നത്, കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കും. ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, പക്ഷെ എന്റെ ഹോൾ ലൈഫ് ഇതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല,
ലൈഫിൽ ഒരു ഏരിയയിൽ പ്രശ്നമുണ്ട്, പക്ഷെ എന്റെ ഫാമിലി ലൈഫ് ഞാൻ ഹാപ്പിയാണ്. ചിലപ്പോൾ ഒരു ഫിസിക്കൽ ഒരു ക്യാൻസർ പേഷ്യൻസിന് തന്നെ എക്സാമ്പിൾ എടുക്കാം. ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാ പറ്റുമെന്ന് പറഞ്ഞാൽ അവര് പറയും എന്റെ എല്ലാം അഫക്ട് ചെയ്യുമെന്ന് പറയും. പക്ഷെ അവരുടെ ലൈഫിൽ അപ്പോഴും പ്രോപ്പറായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവരത് കാണില്ല. ആൻഡ് തേർഡ് തിങ് ഇസ് പേഴ്സണലൈസേഷൻ. ഇവരെയാണോ ബ്ലെയിം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റ് എപ്പോഴും പറയും എല്ലാം എന്റെ തെറ്റാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്, ഞാൻ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്, ഞാൻ യൂസ്ലെസ് ആണ്, എന്റെ ഈ ഡിസിഷൻ തെറ്റിപ്പോയത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണെന്ന് പറയും. പക്ഷെ ഓപ്റ്റിമിസ്റ്റ് അങ്ങനെ പറയില്ല. ഈ ഒരു ഫാക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, പക്ഷെ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റും, ഐ മൈ ട്രൈ എന്ന് പറയും. ഇതൊരിക്കലും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നമ്മൾ അട്രിബ്യൂഷണൽ എറർ എന്ന് പറയുന്നതല്ല. സിറ്റുവേഷൻ അട്രിബ്യൂഷൻ എന്നൊക്കെ പറയും സൈക്കോളജിയിൽ. എനിക്കുണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ മറ്റുള്ളവരുണ്ടാക്കിയതും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയതെന്ന് പറയില്ലേ, ആ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ അല്ല. കുറച്ചും കൂടി റാഷണൽ ആയിരിക്കും. കറക്റ്റ് ഫാക്ടർ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ആൻഡ് അവരത് നെക്സ്റ്റ് അടുത്തൊരു ചാൻസ് കിട്ടിക്കഴിയുമ്പോൾ എനിക്കത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നും അവർക്കൊരു ഹോപ്പ് ഉണ്ടാവും. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഹെൽപ്ലെസ്നെസ് ആണോ അവിടെ ഉള്ളത്, അതോ ഓപ്റ്റിമിസം ആണോ ഉള്ളത്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നവർ എപ്പോഴും എല്ലാ പ്രശ്നവും പെർമനന്റ് ആണെന്ന് പറയും. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളവർ ടെമ്പററി ആണെന്ന് പറയും. എല്ലാ ഇഷ്യൂസും ഞാൻ കാരണമാണ്, പേഴ്സണൽ ഫോൾട്ട് ആണെന്ന് പറയും. ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നവർ എക്സ്റ്റേണൽ ആയിട്ടൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ പറ്റും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളത്. ആൻഡ് നമ്മളിപ്പോൾ പെർവേസീവ് ആയിട്ടുള്ള കാരണങ്ങൾ പറയും. ഹെൽപ്ലെസ്നെസ് ഉള്ളവർ ലൈക്ക് എന്റെ ലൈഫിൽ എല്ലാം എഫക്റ്റ് ആയെന്ന് പറയും. പക്ഷെ ഓപ്റ്റിമിസ്റ്റ് വിൽ സേ ഒരു സ്പെസിഫിക് ഏരിയ ഇത് കാരണം എഫക്റ്റ് ആയെന്ന് ബൗണ്ടറി അവർക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഹെൽപ്ലെസ്നെസ് ഉള്ളവര് പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. ബട്ട് ഓപ്റ്റിമിസ്റ്റ് ട്രൈ അഗൈൻ. എന്നാൽ ഓപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ല. ഹാപ്പിനെസ് പോലെ ഇത് ജനറ്റിക് ആയിട്ട് കിട്ടുന്നതല്ല, ഇതൊരു സ്കില്ലാണ്, നമ്മൾ ഇത് അടിച്ചെടുക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ക്യാൻസർ പേഷ്യൻസ്, ഞാൻ റിസർച്ച് ചെയ്തത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കീമോതെറപ്പി യൂണിറ്റിലാണ്. അപ്പൊ അവിടെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കീമോ ചെയ്യുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമായിരുന്നു ത്രൂ ഔട്ട് മൈ റിസർച്ച്. അപ്പൊ ഒരാള് ക്യാൻസർ എന്നുള്ള ഡയഗ്നോസിസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് ഹോസ്പിറ്റൽസിലേക്ക് വരേണ്ടി വരും. ചെക്കപ്പിന് വരേണ്ടി വരും, ടെസ്റ്റ് ചെയ്യാൻ, ബയോപ്സീസ് കൊടുക്കാൻ, ബുക്ക് ചെയ്യാൻ, മെഡിസിൻസ് വാങ്ങിക്കാൻ, പിന്നെ ഫോളോ അപ്പ് കാണും, സർജറി കാണും, റേഡിയേഷൻ ഉണ്ടാവും, കീമോതെറപ്പി ഉണ്ടാവും. സോ ഇറ്റ്സ് ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് വരണം. ഇതിന്റെ ഇടയ്ക്ക് ഇൻവേസീവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കാണും. ഇപ്പോൾ എക്സ്റേ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യുന്നില്ല, ഇറ്റ്സ് ലൈക്ക് ഒരു ഫോട്ടോ എടുക്കും പോലെ അല്ലേ. പക്ഷെ ഇൻവേസീവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേദന എടുക്കും. അതുപോലെ ബയോപ്സി ചെയ്യുമ്പോൾ വലിയ വലിയ നീഡിൽസ്, അത് നോക്കൂ എവിടെയാണോ ട്യൂമർ അവിടെയാണ് ഈ ബയോപ്സി ചെയ്യുന്നത്. ഇറ്റ്സ് വെരി പെയിൻഫുൾ. അപ്പൊ ഇത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതിന്റെ ഒരു പെയിനും ഒരു ഇറിറ്റബിലിറ്റി കാണും. ഫിസിക്കലി ഭയങ്കര വീക്ക് ആകും. അൺപ്രഡിക്റ്റബിൾ സിംറ്റംസ് എന്ന് പറയും. അടുത്ത എന്ത് സിംറ്റംസ് ആണ് ഉണ്ടാവുക നമുക്കറിയില്ല. ഇപ്പൊ പനിയാണ് നമുക്ക് പറയാം എന്തൊക്കെ സിംറ്റംസ് ഉണ്ട്, പക്ഷെ ട്യൂമേഴ്സ് ആർ ഡിഫറെന്റ്. ബിക്കോസ് ഇപ്പൊ കഴുത്തിലൊക്കെ ഒരു ട്യൂമർ വരുവാണെങ്കിൽ ഇനിഷ്യലി നമുക്ക് ബ്രീത് ചെയ്യുമ്പോൾ ചെറിയ ഇഷ്യൂ അത്രേ ഉണ്ടാവുള്ളൂ. 2-3 ദിവസം കഴിയുമ്പോഴേക്കും വെള്ളം ഇറക്കാൻ പറ്റില്ല എന്ന് വരും, പിന്നെ ഫുഡ് ഇറക്കാൻ പറ്റില്ല, പിന്നെ പെട്ടെന്ന് ബ്രീത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഇത് ഓൾ ഓഫ് എ സഡൻ സിംറ്റംസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയി പോകും സിംറ്റംസ്. അത് കഴിയുമ്പോൾ ലോസ് ഓഫ് കൺട്രോൾ ഓഫ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയുടെ കൺട്രോൾ നമുക്ക് പോകും. ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയും. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താ, നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലേ. ജോലിക്ക് പോകാൻ പറ്റുക, തന്നെ ഫുഡ് വാരി കഴിക്കാൻ പറ്റുക, റെസ്റ്റ് റൂംസ് യൂസ് ചെയ്യാൻ പറ്റുക, കുളിക്കാൻ പറ്റുക, അതൊക്കെ നമുക്ക് ഓണായിട്ട് ചെയ്യാൻ പറ്റും. സംടൈംസ് ആ ഒരു കപ്പാസിറ്റി പോലും നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടാതെ പോകും. ഈ ഒരു ടെസ്റ്റിനായിട്ട് സാമ്പിൾ ഇപ്പൊ ബയോപ്സിയോ അല്ലെങ്കിൽ ബ്ലഡോ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ലിറ്ററലി ഇറ്റ്സ് വെരി പെയിൻഫുൾ ആണ് ക്യാൻസർ പേഷ്യൻസ്. ബിക്കോസ് എന്താണ് കിട്ടുക റിസൾട്ട് എന്ന് അറിയില്ല. ഒരു കൗണ്ടിന് ചെക്ക് ചെയ്യാൻ കൊടുത്താൽ പോലും കൗണ്ട് കൂടിയാൽ വീണ്ടും കൊണ്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും മെഡിസിൻസ് കഴിക്കണം, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആവും. സോ ഭയങ്കര അൺപ്രഡിക്റ്റബിളും ഓരോ മൊമെന്റും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് വീണ്ടും 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 ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ സറണ്ടർ ചെയ്യും. ഇപ്പൊ ക്യാൻസർ ഉള്ളവർക്ക് എന്തുകൊണ്ടായത് ഇത്രത്തോളം കോംപ്ലിക്കേറ്റ് ആവുന്നത്? ഇപ്പൊ ഒരു കീമോതെറപ്പി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൈക്കിൾ മാനേജബിൾ ആയിരിക്കും, വലിയ കുഴപ്പമുണ്ടാവില്ല, അവരത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, ഓക്കെ ആയിരിക്കും. സെക്കൻഡ് സൈക്കിൾ ആകുമ്പോഴേക്കും പതുക്കെ നോസിയ ഉണ്ടാവും, നോസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ടാവും. വോമിറ്റിംഗ് ഇല്ലെങ്കിൽ പോലും ഒന്നും കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഓക്കാനം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അപ്പൊ അതിന്റെ വീക്ക്നെസ് കാണും. തേർഡ് സൈക്കിൾ ആകുമ്പോഴേക്കും ഹെയർ ലോസ് ഉണ്ടാവും. ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ഫറ്റീഗ്ഡ് ആയിരിക്കും അവര്,
കിടന്നുകൊണ്ട് തന്നെ ഇരിക്കുമായിരിക്കും ഫുൾ ടൈം. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് കോഴ്സ് കുറയുമല്ലോ. അപ്പൊ ഇത് ഇൻകൺസിസ്റ്റൻസി വരും അവരുടെ ലൈഫിൽ. ഇന്നലത്തെ പോലെ ആവില്ല ഇന്ന്, നാളെ പ്ലാൻ ചെയ്ത് നടക്കില്ല. അപ്പൊ ഒന്നും അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ലൈഫിന്റെ തന്നെ കൺട്രോൾ ഇല്ലാതെ ആവും അത്. ചില പേഷ്യൻസ് ഒക്കെ പറയുവേ, എന്റെ ലൈഫ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഡോക്ടറും എന്റെ വൈഫും എന്നൊക്കെ പറയും. ഞാൻ എന്ത് ചെയ്യണം, എവിടെ നിൽക്കണം, എപ്പോ കിടക്കണം, എല്ലാം അവർ, എനിക്ക് എന്റെ കൺട്രോൾ പോയി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ആ ഒരു ഇൽനെസ്സിന് അവർ സറണ്ടർ ചെയ്യും. അപ്പൊ ഇത് ബോഡി ക്യാൻസറിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൈൻഡ് പെട്ടെന്ന് ഈ ഫൈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ഞാനില്ല ഇനി ഫൈറ്റ് ചെയ്യാൻ, ഞാൻ ഗിവ് അപ്പ് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ. അപ്പൊ ഇവിടെ ദിസ് ഇസ് നോട്ട് ഓൺലി ഡിപ്രഷൻ, ദിസ് ഇസ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. നമ്മളിപ്പോ കീമോതെറപ്പി വാർഡിലൊക്കെ റൗണ്ട്സിന് പോകുമ്പോൾ, അല്ലെങ്കിൽ കീമോ യൂണിറ്റില് ഈ ഓങ്കോളജി വാർഡിൽ റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്ന കാര്യമായിരിക്കും. നമ്മളിപ്പോ അവർക്ക് തെറപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്യരുത്, മൈൻഡ്ഫുൾ ആവണം, റിലാക്സ് ആവണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, എന്നെ വിട്ടേക്ക് എന്ന് പറയും. അതുപോലെ എനിക്ക് പുതിയതായിട്ടൊന്നും പഠിക്കണ്ട, ട്രൈ ചെയ്യണ്ട എന്ന് പറയും. അപ്പോൾ നമ്മൾ JPMR ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ് ആവുമ്പോൾ ക്യാൻസർ ശരിയാകുമെന്ന് അവർ ചോദിക്കും. ഇതൊന്നും വർക്ക് ആവില്ല, ട്രൈ ചെയ്യണ്ട, എന്റെ ലൈഫ് തീർന്നു, ഇനി എനിക്ക് ഒന്നുമില്ല നോക്കാം എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചോദിക്കും, നിങ്ങൾ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് റിക്കവർ ആയി ഇറങ്ങി കഴിയുമ്പോൾ എന്താണ് ചെയ്യാനുള്ളത്, എന്ത് ഗോളാണുള്ളതെന്ന് വെച്ചാൽ എന്ത് യൂസ് ആണുള്ളത് ഗോൾഡിൽ എന്ത് സംസാരിച്ചിട്ട്, എനിക്ക് ഹെൽത്ത് ഇല്ല, എന്റെ ബോഡി പഴയതുപോലെയല്ല എന്നുള്ള ആ ഒരു ഇതിൽ തിരിക്കും. ഹെൽപ്ലെസ്നെസ്. അപ്പൊ ഡിപ്രഷൻ മാത്രമല്ല ഇവിടെ അവരുടെ ആ സ്ട്രാറ്റജി ഓഫ് തിങ്കിങ് ലേൺഡ് പാറ്റേൺ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ലൈഫിൽ ഇങ്ങനത്തെ സെറ്റ് ബാക്സ് വരുമ്പോഴേക്കും ഈ പാറ്റേൺ ഫോം ആവും. ത്രൂ ദാറ്റ് ഹെൽപ്ലെസ് തിങ്കിങ് പ്രോസസ്സ് പതിയെ സ്റ്റാർട്ട് ആവും. എന്നാൽ റിപ്പീറ്റഡ് പെയിൻ വരുമ്പോൾ, റിപ്പീറ്റഡ് ഇഷ്യൂസ് ഒക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ലേൺഡ് ഹെൽപ്ലെസ് പഠിക്കുന്നുണ്ടെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹോപ്പ്, മീനിങ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, ഹാപ്പിനെസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലേൺഡ് ഓപ്റ്റിമിസം ഓൾസോ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സ്കില്ലാണ്. റിപ്പറ്റീഷൻ ആണ് ഇവിടെ കാര്യം. ഒരു ദിവസം ചെയ്ത് നിർത്തുന്നതല്ല, വീണ്ടും 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 ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ആ ഒരു സ്കില്ലായിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഇവിടെ ക്യാൻസർ എന്ന് പറഞ്ഞ സിമ്പിൾ കാര്യമാണ്, ഓൾ ഇസ് വെൽ എന്നൊന്നും ഒരു നെഗറ്റീവ് പോസിറ്റിവിറ്റി ഒന്നും പറയുന്നില്ല. അവിടെ ഇൽനെസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിനെ കാണുന്ന ഒരു രീതി, അതിലാണ് നമ്മളിപ്പോ ചേഞ്ച് കൊണ്ടുവരുന്നത്. ലേൺഡ് ഓപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. എന്ത് സ്കില്ലാണ്? നമ്മൾ ഈ സെയിം ഇഷ്യൂ അവിടെ ഉള്ള സമയത്ത് നമ്മൾ അതിനെ കുറച്ചും കൂടി ഹെൽത്തിയർ വേയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക, മോർ ഹോപ്പ്ഫുൾ ആയിട്ടൊരു കാര്യത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. യു ക്യാൻ ലേൺ ഇറ്റ്. ഇപ്പൊ ഇതൊരു ഫൺ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ കോസ്റ്റൽ ഏരിയസിലൊക്കെ ബനാന കൾട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്ന ഏരിയ ഉണ്ടാവില്ല, പഴമൊക്കെ. അപ്പൊ അവിടെ മങ്കീസിന്റെ ശല്യം കൂടി കഴിയുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു തേങ്ങ എടുക്കും. ആ തേങ്ങയിൽ നമ്മുടെ ഈ കൈ ഇങ്ങനെ കടത്തി വിടാൻ പാകത്തിന് ഒരു കൊത്തി ഒരു റെക്ടാങ്കിൾ ഷേപ്പിലൊരു ഹോൾ ഉണ്ടാക്കും. പക്ഷെ അതിന്റെ അകത്ത് ഈ കുരങ്ങൻ കാണുന്ന സമയത്ത് ഒരു പഴം അതിന്റെ അകത്തേക്ക് ഇടും. എന്നിട്ട് ആ പഴം അവിടെ വെക്കും. അപ്പൊ ഒബ്വിയസ്ലി കുരങ്ങന് എന്ത് ചെയ്യും? നേരെ വന്ന് ഇതിന്റെ അകത്തേക്ക് കൈയിടും. കൈ ഇട്ട് കഴിയുമ്പോൾ ഈ പഴത്തിൽ ഗ്രിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫിസ്റ്റ് ഇങ്ങനെ ക്ലോസ്ഡ് ആയി കഴിയുമ്പോൾ കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു തിക്നെസ്സിലായിരിക്കും ആ ഹോൾ ഇരിക്കുന്നത്. അപ്പൊ കൈ ക്ലോസ്ഡ് ഫിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ദ മൊമെന്റ് ഇത് ആ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുമ്പോഴേക്കും കുരങ്ങൻ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി കരയും, ചാടും, ഓടും, പാനിക് ആവും. പിന്നെ കാണുന്ന മറ്റു കുരങ്ങിനെയൊക്കെ ഈ തേങ്ങ കൊണ്ട് അടിക്കും. ഇതൊരു കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെ ഈ മരത്തിൽ കയറും. എവിടെ പോകുമ്പോഴും ഈ സംഭവം നമ്മുടെ കയ്യിലുണ്ടാവും, കുരങ്ങിന്റെ കയ്യിലുണ്ടാവും, സോറി. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഈ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ലേറ്റസ്റ്റ് പാർട്ടിസിപ്പേറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റിൽ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാവുന്നത് റിയൽ ആയിട്ടുള്ള പ്രോബ്ലം ഇവിടെ തേങ്ങയാണോ അതോ ബനാനയാണോ? തേങ്ങ എന്ന് പറയുവാണെങ്കിൽ യു ക്യാൻ ചാറ്റ് ബോക്സിൽ കയറി A സെൻഡ് ചെയ്യാം. ബനാനയാണെങ്കിൽ യു ക്യാൻ സെൻഡ് B. ഞാൻ വെയിറ്റ് ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ A ഇസ് അത് തേങ്ങ, ഓപ്ഷൻ രണ്ട് B ഇസ് പറഞ്ഞു. അത് രണ്ടും അല്ലെങ്കിലോ ഡോക്ടറെ? വെരി ഗുഡ്. രണ്ടുമല്ല. നമ്മുടെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഈ സംഭവത്തിൽ നിന്നും കൈയെടുക്കാതെ മുറുക്കെ പിടിച്ചിരിക്കുന്ന, റെഫ്യൂസ് ചെയ്യുന്ന, അതായത് ഒരു വിടാൻ സമ്മതിക്കാത്ത ആ കുരങ്ങനാണ് അവിടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ, അല്ലേ? അപ്പൊ ജസ്റ്റ് ലൈക്ക് ദിസ് മങ്കി, ഈ കുരങ്ങനെ പോലെയാണ് നമ്മളും. ഇപ്പൊ ഒരാളോട് ഒരു വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ദേഷ്യമുണ്ട്, ഒരു അമർഷം, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇതിനിങ്ങനെ പിടിച്ചിരിക്കും. ഇതിനെ വിടുന്ന ആ മൊമെന്റ് നമ്മൾ ഫ്രീ ആവും, പക്ഷെ നമ്മളെ കൊണ്ട് ഇത് വിടാൻ പറ്റില്ല. വി ഹോൾഡ് വെരി ടൈറ്റ് ടു ഇറ്റ്. ആൻഡ് ഇത് നമ്മൾ ടൈറ്റ്നെസ് കൂട്ടും തോറും നമുക്ക് സ്ട്രെസ് കൂടുകയാണ് ചെയ്യുക. ഏറ്റവും സിമ്പിൾ കാര്യം ഇസ് ജസ്റ്റ് ഓപ്പൺ ദ ഹാൻഡ്സ്, ഇട്ട് നമ്മൾ ഫ്രീ ആവും. ആൻഡ് ഈച്ച് ടൈം യു ടൈറ്റൻ ദിസ് അപ്പ്, നെഗറ്റിവിറ്റി കൂടും, നമുക്കും ദേഷ്യം വരും. നമ്മളെ ചുറ്റിരിക്കുന്നതൊക്കെ എന്തുകൊണ്ട് വിടാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ നമുക്കിതിന് ആൻസർ അറിയില്ല. വി ഡോണ്ട് നോ, വി കീപ് ഹോൾഡിങ് ടു ദിസ്. അപ്പോൾ ലേൺഡ് ഓപ്റ്റിമിസം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആക്ട് ഓഫ് ഓപ്പണിംഗ് ദ ഫിസ്റ്റ് എന്ന് പറയാം.
കൈ ഓപ്പൺ ചെയ്യുക, വിട്ട് കളയുക. എന്താണോ നമ്മൾ ഈ ടൈറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മോസ്റ്റ്ലി നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്നത്. അപ്പൊ ലെറ്റിങ് ഇറ്റ് ഗോ. ഞാൻ ക്ലയൻസിനോടൊക്കെ പറയും ലെറ്റ് ദ ബനാന ഗോ എന്ന്. അത് പോട്ടെ, നമുക്ക് ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ഇപ്പൊ ലീവ് അപ്പോൾ ചില ക്ലയൻസ് ഒക്കെ അവരുടെ ഫോണിൽ വാൾപേപ്പർ ആയിട്ടൊക്കെ ലെറ്റ് ദ ബനാന ഗോ എന്നൊക്കെ വെക്കും. അപ്പൊ ഈ ആർഗ്യുമെന്റിലൊക്കെ ഇൻവോൾവ് ആവുമ്പോൾ ദേ റിമെമ്പർ ലെറ്റ് ദ ബനാന ഗോ, എന്തിനാണ് ഞാൻ ആർഗ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ദ മൊമെന്റ് വി ചൂസ് ടു ആ ഗ്രിപ്പ് വിടാൻ നമ്മൾ എടുക്കുന്ന ആ തീരുമാനം ഉണ്ടല്ലോ, ആ മൊമെന്റിൽ നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഇതെല്ലാം ഷിഫ്റ്റ് ആവും ഇൻ എ പോസിറ്റീവ് വേ. അത്രയും നേരം നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഇങ്ങനെ നെഗറ്റീവ്, ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് മോഡിലാണ്. എനിക്ക് ഇതിനെ വിടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. ബട്ട് ദ മൊമെന്റ് യു ലീവ് ഇറ്റ്, കുറെ കാര്യങ്ങൾ ലൈഫ് ചേഞ്ച് ആവും. പക്ഷേ സിറ്റുവേഷൻ ഇവിടെ മാറുന്നില്ല. ആൻഡ് ഒരു മാറ്റം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കൊരു ചെറിയൊരു മീനിങ് കിട്ടും നമ്മൾ ആ വിടുന്നതിലൂടെ. ആൻഡ് കുറച്ചും കൂടി ഒരു ക്ലിയർ ക്യാൻവാസ് ഉണ്ടാവും. പിന്നീടുള്ള അതിൽ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു ക്ലിയർ ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ മങ്കി ആ മൊമെന്റിൽ ഇത് വിടുന്ന സമയത്ത് ഇത് ഫ്രീ ആവും. അപ്പൊ നമ്മളും അതുപോലെ ആ ഇഷ്യൂ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുന്നത് അതിനെ വിട്ട് കഴിയുമ്പോൾ മെന്റലി ഫ്രീ ആകും. അപ്പൊ നമ്മളെ ഈ പിടിച്ചിരിക്കുന്ന ഈ പേടി ഇതൊക്കെ നമ്മൾ കളയും. അതിൽ നിന്നൊക്കെ ഇച്ചിരി റിക്കവർ ആകാൻ പറ്റും. നമുക്ക് ലൈഫ് ബിക്കംസ് കുറച്ചും കൂടി പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ മങ്കിയുടെ കേസിനെ എടുത്ത് നോക്കൂ. മങ്കി അതിൽ നിന്ന് വിട്ടു. അപ്പൊ മങ്കി തിങ്ക് ചെയ്യും എന്താ ഇനി ചെയ്യണ്ടേ. ഇപ്പൊ ഇതിന് കൈയിട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്, കൈയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇനി ഈ ഏരിയയിലുള്ള ബനാന തൊടണ്ട, എന്റെ ഏരിയ മാറ്റി പിടിക്കാം. ഇവിടെ ഇനി എനിക്ക് സ്കോപ്പ് ഇല്ലെന്നെങ്കിലും മങ്കി മനസ്സിലാക്കും. ലൈക്ക് അനദർ വേ ടു സീ ദിസ് അല്ലെ. ഇപ്പൊ ഇങ്ങനെ തന്നെ കാണാതെ വേറെ എന്താണോ ഓപ്ഷൻ എന്ന് പറഞ്ഞു പഠിക്കാൻ പറ്റും. വേറെ പോസിബിലിറ്റി ഉണ്ടോ, ഓക്കെ ഇനി ബനാന എടുക്കണ്ട വേറെ എന്തെങ്കിലും എടുക്കാന്നെങ്കിലും അത് തിങ്ക് ചെയ്യും. അറ്റ്ലീസ്റ്റ് പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് ലേൺഡ് ഓപ്റ്റിമിസം എന്ന് പറയുന്നതിന്റെ എസെൻസ്. ലെറ്റിംഗ് ഗോ ഓഫ് ഹെൽപ്ലെസ് തോട്ട്സ് എന്ന് പറയും. ആൻഡ് ചൂസിങ് എ മോർ ഹോപ്പ്ഫുൾ അല്ലെങ്കിൽ ഒരു മോർ റിയലിസ്റ്റിക് വൺസ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ പെടും, സോ ഇനി ചെയ്യണ്ട എന്നുള്ളൊരു നോളേജ് പെട്ടെന്ന് ഉണ്ടാകും. അപ്പൊ ഈ സ്റ്റോറി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഐ റിമെമ്പർ എൻ്റെ ഒരു ക്യാൻസർ ഒരു പേഷ്യന്റ്, ഒരു സർവൈവർ ആണ്. പുള്ളി റിക്കവർ ആയി ഒരു 1.5 ഇയേഴ്സിന്റെ അടുത്ത് ആയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷെ ഈ റീസെന്റ് ടൈംസിലും പുള്ളി ഇടയ്ക്കിടയ്ക്ക് സെഷൻസ് എടുക്കും. എന്താ പറയാന്ന് വെച്ചാൽ എനിക്കൊരു കൗൺസിലിംഗ് സെഷൻ വേണം, എനിക്ക് ഒട്ടും വയ്യ, ടെൻഷനാണ്, പേടിയാണെന്നൊക്കെ പറയും. ഞാൻ ഫിസിക്കലി ഫൈനാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ മെന്റലി എനിക്ക് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് പറയും. അതായത് ക്യാൻസർ വീണ്ടും വരുവാണോ എന്ന് എനിക്ക് തോന്നുവാന്ന് പറയും. അപ്പൊ ഓരോ പ്രാവശ്യം ഫോളോ അപ്പിന് പോകുമ്പോൾ, എവറി 3 months ഒക്കെ പോകുമ്പോൾ, ഈ ഫോളോ അപ്പിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് നാച്ചുറൽ അല്ലേ, പേടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എനിക്കത് കൺവിൻസ് ആകാൻ പറ്റുന്നില്ല. എനിക്കിത് വീണ്ടും വരുമോ എന്നൊരു പേടിയാന്ന് പറയും. അപ്പൊ നമ്മൾ ക്ലിനിക്കൽ കണ്ടീഷൻസ് നമ്മൾ ഫിയർ ഓഫ് റിക്കറൻസ് എന്ന് പറയും. ഫ്യൂച്ചറിൽ ഈ സെയിം കണ്ടീഷൻ വരാനുള്ള ഒരു പേടി, ഫിയർ ഓഫ് റിക്കറൻസ് എന്ന് പറയും. ആൻഡ് ഈ തോട്ട് വരുമ്പോഴൊക്കെ പുള്ളി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്യും. അപ്പൊ ഒരു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പേടി വരുമ്പോൾ ഒന്നുകൂടി പോയാൽ ഡോക്ടർ വഴക്ക് പറയില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റും, വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ സ്കാൻ ചെയ്യും. അപ്പൊ ഈ പേടി മാറുന്ന പുള്ളി തിങ്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്കിതിങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് സൂയിസൈഡ് ഒന്നും ചെയ്യാനും എനിക്ക് വയ്യ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് പറയും. So ഇവിടെ ആ ഹെൽപ്ലെസ്നെസ് ഉണ്ടോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എനിക്കിനി മുന്നോട്ട് പോകണ്ട, ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ പോവുക എന്നുള്ളൊരു സ്റ്റേജിലേക്ക്, ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ക്ലയൻസ് അവരുടെ ഇഷ്യൂസ് ഒക്കെ പറയുന്ന സമയത്ത്. അപ്പൊ എനിക്ക് എന്റെ പ്രസന്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഐ എം ഓൾവേസ് ഫോക്കസ്ഡ്, കോൺസ്റ്റന്റ്ലി ഐ എം റണ്ണിങ് ബിഹൈൻഡ് മൈ ഡയഗ്നോസിസ്, ഐ എം റണ്ണിങ് ഡോക്ടേഴ്സ് ഓഫീസിലാണ്, ലാബ് ടെസ്റ്റ് ചെയ്യണം, വീണ്ടും വീണ്ടും റീഅഷ്യൂറൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഈ മൊമെന്റിൽ നമ്മൾ ഈ മങ്കിയുടെ സ്റ്റോറി ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ ഈ പേടി, ഞാൻ എന്റെ ഈ ഫിയർ ഓഫ് റിക്കറൻസ് എന്ന് പറയുന്ന സംഭവത്തിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കാൻ, ഹി ഷുഡ് ലീവ് ദാറ്റ് ഫിയർ ഗോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പേടിക്കണ്ട, ഇല്ലെന്ന് പറയല്ല. ദർ ആർ ചാൻസസ്. ക്യാൻസർ ക്യൂർ ആയ ഒരാൾക്ക് ഇനി വരില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ നമ്മൾ ഒരിക്കൽ ക്യാൻസർ വന്ന് ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഞാനത് റിക്കവർ ആയിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഇതിനെ ഫ്രെയിം ചെയ്യുന്ന രീതി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിലാണ് നമ്മൾ ഇന്റിഗ്രേറ്റ് ചെയ്യാന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഇന്റിഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ഓപ്റ്റിമിസത്തിലേക്ക് റിയലി എത്തുന്നത്. ഫസ്റ്റ് തിങ് ഇസ് റിയാലിറ്റി അക്സെപ്റ്റൻസ് എന്ന് പറയും. ശരിക്കും എന്താണ് യാഥാർത്ഥ്യം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഒരിക്കലും അങ്ങനെ ഇല്ലേ ഇല്ല, ഓൾ ഇസ് വെൽ പറയുന്നില്ല അല്ലെ. ഞാനൊരു ക്യാൻസർ സർവൈവർ ആണ്, അപ്പൊ എനിക്ക് റിക്കറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിയർ ഓഫ് റിക്കറൻസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിയർ ആണ്. ആ ഫിയറിനെ ഓർത്ത് എനിക്ക് വീണ്ടും ഫിയർ ആവേണ്ട കാര്യമില്ല. റിയാലിറ്റി അങ്ങനെയാണെന്നുള്ള അക്സെപ്റ്റൻസ്. ആൻഡ് ദെൻ മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ആ ഒരു എനിക്കൊരു
നെഗറ്റീവ് തോട്ട് ഉണ്ടെന്നുള്ള ഒരു ഇൻസൈറ്റ് എനിക്ക് വരണമെങ്കിൽ തന്നെ ഞാൻ മൈൻഡ്ഫുൾ ആയിട്ട് തിങ്ക് ചെയ്തേ എനിക്ക് പറ്റുള്ളൂ. ഒരുപാട് റുമിനേഷൻസ് ഉള്ള സമയത്ത് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗോ ആൻഡ് ഗ്രിപ്പ് യുവർ വൺ പർട്ടിക്കുലർ നെഗറ്റീവ് തോട്ട്. അപ്പൊ പറ്റില്ല. അപ്പോൾ ആ ഫോക്കസ് ഉണ്ടാവും, റിലാക്സ് ആകാൻ പറ്റണം, കാമർ ആകാൻ പറ്റണം, ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു ഓപ്റ്റിമിസ്റ്റിക് പെർസ്പെക്റ്റീവ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എന്റെ ബോഡി ഹീലായിക്കൊണ്ടിരിക്കുകയാണ് ആഫ്റ്റർ ക്യാൻസർ. ഇതിന് മുന്നേ വന്നു, ഞാൻ ഇതിനെ സർവൈവ് ചെയ്തു, ഇനി വന്നാൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഒരു ഓപ്റ്റിമിസ്റ്റിക് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു റീഫ്രെയിമിംഗ് എന്ന് പറയും. ഇങ്ങനെയാണ് റീഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ അഗെയിൻ ഓപ്റ്റിമിസ്റ്റിക് ഒരു പെർസ്പെക്റ്റീവ് വേണം, ആൻഡ് ദെൻ ദർ ഷുഡ് ബി എൻ ആക്ഷൻ. എന്തിനാണ് ആക്ഷൻ? ചുമ്മാ ഇത് മൈൻഡിൽ മാത്രം ഹോപ്പ് ഉണ്ടായിട്ടൊരു കാര്യമില്ല. സംവെയർ യു ഹാവ് ടു അപ്ലൈ ഇറ്റ്. എന്താ ചെയ്യാൻ പറ്റുക? അതിന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് യു ക്യാൻ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്സ് എടുക്കാം, നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് സെൽഫ് കെയർ റൊട്ടീൻസ്. ഇപ്പോൾ GIയിലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കഴിയുന്നതും റെഡ് മീറ്റ്സ് ഒക്കെ, ബീഫൊക്കെ നമ്മൾ ബീഫും പോർക്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റൊട്ടീനായിട്ട് അവോയ്ഡ് ചെയ്യുക. വെജീസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, കുറേ കാര്യങ്ങൾ വാച്ച് ചെയ്യുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, ഈ ഫിയർ കുറയും. ദെൻ ഇത് വി ഹാവ് ടു പുട്ട് ദിസ് ഇൻ ടു ആക്ഷൻ. ചെയ്തു തുടങ്ങുക പതുക്കെ ഓരോന്നായിട്ട്. സ്ലോലി ഓപ്റ്റിമിസം വിൽ കിക്കും. ഇത് വന്നോളും, ഇറ്റ് ഫോളോസ് യു. നമ്മുടെ ആ ഒരു നമ്മളിത് റീഫ്രെയിം ചെയ്ത് നമ്മൾ ഇതിൻ്റെതായ ഈ കൺസിഡർ ചെയ്യാനുള്ള 4 കാര്യങ്ങൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വരും. അപ്പൊ ഈ ഓപ്റ്റിമിസത്തിലേക്ക് റീച്ച് ആവുന്നത് എങ്ങനെയാ? ഞാൻ ഈ നെഗറ്റീവ് സിറ്റുവേഷൻ കാണുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് റീഫ്രെയിം ചെയ്യുന്ന സമയത്താണ്. ഇവിടെ ഞാൻ ഈ പേഷ്യന്റിന്റെ സിറ്റുവേഷൻ എനിക്ക് മാറ്റാൻ പറ്റില്ല, ബിക്കോസ് പുള്ളിക്ക് ക്യാൻസർ വരുന്നുള്ള പേടിയുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാൻസർ വരാതിരിക്കുമോ എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പേടി മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. വാട്ട് ഐ കൻ ഡു ഇസ് ഇതിലേക്ക് നോക്കുന്ന പുള്ളിയുടെ ഇന്റർപ്രിട്ടേഷൻ എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ റീഫ്രെയിം ചെയ്യുമ്പോൾ എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള തോട്ടോടെ വെക്കുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് മോർ കമ്പാഷനേറ്റ്. നമുക്ക് നമ്മളോട് ഈ അൺനെസസറി ഫിയറും ആൻസൈറ്റിയും വരുമ്പോൾ എന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ആണ് സ്പോയിൽ ആവുന്നത്. സിൻസ് ഐ ലവ് മൈ സെൽഫ് സോ മച്ച്, ഐ ഷുഡ് ടേക്ക് കെയർ ഓഫ് മീ. അപ്പോൾ കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക ടുവേർഡ്സ് വൺ സെൽഫ്. അപ്പൊ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ആംഗിൾ സെറ്റ് ചെയ്തു, അപ്പൊ ആ ആംഗിൾ അത്ര നമുക്ക് ഇഷ്ടമായോ, ദെൻ വി ചേഞ്ച് ദി ആംഗിൾ. അങ്ങനെ ആ ആംഗിൾ മാറ്റി മാറ്റി ഏതാണോ പെർഫെക്റ്റ് നമ്മുടെ ഒരു ഗോളുമായിട്ട് അലൈൻ ചെയ്യുന്ന അഡാപ്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ആംഗിളിൽ സെറ്റ് ആവുമ്പോൾ ജസ്റ്റ് ക്ലിക്ക്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനി ഇറ്റ് ഇസ് നോട്ട് ലൈങ് ടു യുവർ സെൽഫ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമേ ഇല്ല, മൈൻഡേ ചെയ്യേണ്ട, അങ്ങനെയല്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ഫേക്ക് പോസിറ്റിവിറ്റി ഓൾസോ. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ പേഷ്യന്റിന്റെ കാര്യത്തില് ആദ്യം പുള്ളിക്ക് ഉണ്ടായിരുന്ന തോട്ട് എന്തായിരുന്നു? നമ്മൾ റീഫ്രെയിമിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പെയിൻ ഉണ്ടാകുമ്പോഴൊക്കെ എന്റെ മൈൻഡിൽ ക്യാൻസർ തിരികെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പുതിയ തോട്ട് നമ്മൾ എങ്ങനെയാണ് റീഫ്രെയിം ചെയ്യുന്നത്? ബോഡിയിൽ നോർമലായിട്ട് പല പെയിനും ഉണ്ടാവും. ഇപ്പൊ ഈ കേസിൽ പുള്ളിക്ക് സർജറി കഴിഞ്ഞിട്ട് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു, സൂച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വലിയ ട്യൂമർ റിമൂവ് ചെയ്ത് അവിടെ സൂച്ചർ ഇടുക എന്ന് പറഞ്ഞാൽ സ്കിന്നും ഫാഷിയും സക്യും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ സ്റ്റിച്ച് ക്ലോസ് ആവുന്നത് എപ്പോഴും സ്കാർ ടിഷ്യൂസ് ഫോം ചെയ്തിട്ട്. അപ്പോൾ നാച്ചുറലി അവിടെ നല്ല പെയിൻ കാണും. ഇത് പതുക്കെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് വേണം റിലാക്സ് ആയി മസിൽസ് പിന്നെ സ്ട്രെച്ച് ആയി കഴിയുമ്പോഴാണ് ഈ പെയിൻ കുറയുന്നത്. പക്ഷെ പുള്ളി ഇതൊന്നും ചെയ്യാതെ എനിക്ക് പെയിൻ ആണ്, വീണ്ടും ക്യാൻസർ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൗ വി ആർ റീഫ്രെയിമിംഗ് ഇറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പെയിൻ ഉണ്ടാവുന്നത്. ഇറ്റ് ടേക്സ് ടൈം ടു ഹീൽ. നമ്മൾ ചെക്കപ്പിന് പോകുന്ന തെറ്റൊന്നുമില്ല. റൈറ്റ് നൗ യു ആർ സേഫ് എന്നുള്ള രീതിക്ക് നമ്മൾ ഇതിനെ റീഫ്രെയിം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. അതുപോലെ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ പുള്ളിക്ക് പേടിയാണ്. സ്കാൻ ചെയ്താൽ ഡേഞ്ചർ ആണെന്ന് പുള്ളി അസ്യൂം ചെയ്യും. അങ്ങനെയല്ല, സ്കാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റും എന്താണ് പിക്ചർ എന്ന്. ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ഏർലിയർ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി, ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് റിസ്കിലാണ് ജീവിക്കുന്നത്, ഓരോ പെയിനും എനിക്ക് പേടിയാണ്, എനിക്ക് വീണ്ടും ക്യാൻസർ വരാമെന്നൊക്കെ. അപ്പൊ പുതിയ തോട്ട് എന്താ? ഞാൻ സർവൈവ് ചെയ്തു ഒരു ക്യാൻസറിന്, ഞാൻ സ്ട്രോങ്ങർ ആണ്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി നോളേജ് ഉണ്ട്. എനിക്ക് കീമോ എന്താണെന്ന് അറിയാം, റേഡിയേഷൻ എന്താണെന്ന് അറിയാം, ഇതിനെക്കുറിച്ച് ഡയഗ്നോസിസ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. നൗ ഐ ഹാവ് ബിക്കം മോർ നോളേജബിൾ, വൈസർ. ഇനി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ള രീതിക്ക് അവരുടെ പെർസ്പെക്റ്റീവ് മാറ്റാൻ നമ്മൾ പഠിപ്പിക്കും. ദിസ് ഹാപ്പൻസ് ടു റീഫ്രെയിമിംഗ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് പറ്റുള്ളൂ. റീഫ്രെയിമിംഗ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് തിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ്ഫുൾ ആയിരിക്കാൻ പറ്റും. നമ്മൾ എന്തിനെയോ ഒരു സാധനത്തിനെ പിടിച്ചിരിക്കുവാണ്. മങ്കി ബനാന പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് മങ്കിക്ക് മനസ്സിലാവണമെങ്കിൽ മങ്കി ആദ്യം മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം ഒഴിവാക്കി എന്താ എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ വാട്ട് ഇസ് ഹാപ്പനിങ് ടു മീ എന്ന് തിങ്ക് ചെയ്യണം. ഇനി നമ്മളിത് തിങ്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് തെറപ്പിക്കൊക്കെ പോവാം. അപ്പൊ നമ്മുടെ തെറപ്പിസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് നെഗറ്റീവ് തോട്ട്സ്, ആൻസ് എന്ന് പറയും.
CBT ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ തെറപ്പിസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളുടെ ആൻസ് കണ്ടുപിടിച്ച് തരും. ബിലീവ് മീ, തെറപ്പി ഈസ് എക്സ്പെൻസീവ്. സോ ബെറ്റർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ഇച്ചിരി മൈൻഡ്ഫുൾ ആകാൻ ട്രൈ ചെയ്യണം. തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്ന് പറയും. ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ദാറ്റ് ഗിവ്സ് യു an ഐഡിയ ഓഫ് നിങ്ങളുടെ ബ്രെയിനിൽ ഇപ്പൊ എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, നെസസറി ആണോ അൺനെസസറി ആണോ എന്നൊക്കെ പറയാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എത്ര ബനാനാസ് പിടിച്ചിട്ടുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ടെൽ ടു യുവർ സെൽഫ്, ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ലെറ്റ് മീ ഇതിനെ ഒന്നെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. ഇനി നമ്മളിത് റീഫ്രെയിം ചെയ്യാന്ന് വെച്ചോളൂ. ഈ ബനാന ഞാൻ പിടിച്ചിട്ടുള്ളത് ലെറ്റ് മീ ഹോൾഡ് ഇറ്റ് ഡിഫറെന്റ്ലി എന്നെങ്കിലും ബ്രെയിൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ ഇങ്ങനെ ഇട്ട് പിടിച്ചാലേ കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. കൈ പതുക്കെ വിട്ടിട്ട് അതിന്റെ സ്റ്റോക്ക് പിടിച്ച് എടുത്താൽ ചിലപ്പോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുമായിരിക്കില്ല. അപ്പോൾ വേറെ ആംഗിളിൽ ഇതിനെ കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. റീഫ്രെയിമിങ്. ഇനി ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്താ നമുക്ക് പഠിപ്പിച്ചു തരാം. ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ കൈ പുറത്തേക്ക് എടുത്തു, ഇനി നമ്മൾ ഇങ്ങനെയാണ് ഹോപ്പ്ഫുള്ളി മുന്നോട്ട് പോവുക, ഇതിൽ എന്തൊക്കെ ആക്ഷൻസ് കുട്ടീൻ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഇന്റഗ്രൽ ഓപ്റ്റിമിസം കുറച്ചും കൂടി ഇറ്റ് ഇസ് എ ടൂൾ. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ഇന്റഗ്രൽ ഓപ്റ്റിമിസം ടൂൾസ് ഫോളോ ചെയ്യുമ്പോഴേ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ പാത്തിലേക്ക് പോവും. അതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ മൈൻഡ്ഫുൾനെസ് കീപ്പ് ചെയ്യുക, അതേപോലെ റീഫ്രെയിമിംഗ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിനൊരു ഇറ്റ് ഇസ് നോട്ട് ഒരു ചുമ്മാ ഒരു ദിവസം ഉറങ്ങി എണീറ്റ് ആരെങ്കിലും പറഞ്ഞ കാര്യമല്ല. ഇറ്റ് ഇസ് സയന്റിഫിക്കലി ബാക്കപ്പ് ഉള്ള റിസർച്ച് അതേ ബിഹൈൻഡ് ദിസ്. അപ്പോൾ സയന്റിഫിക്കലി നമുക്കിത് കാണുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു അൺനെസസറി ഒരു ഇഷ്യൂ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മളതിനകത്ത് വേണ്ടെന്ന് വെക്കാന്ന് പറഞ്ഞു വിട്ടു എന്ന് വെച്ചോളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് ഭയങ്കര ലൈറ്ററായിട്ടും കാമറായിട്ടും ഒരു ക്ലാരിറ്റി വന്നതുപോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് ബ്രെയിൻ കെമിസ്ട്രിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. നമ്മളൊരു സിറ്റുവേഷനെ എങ്ങനെയാണോ കാണുന്നത് അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ചാനൽസ് വർക്ക് ചെയ്യും. ഇപ്പൊ ബ്രെയിൻ സയൻസിൽ ഓപ്റ്റിമിസത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ ക്യാൻസർ പേഷ്യൻസിന്റെ എക്സാമ്പിൾ എടുത്തോളൂ. ക്യാൻസർ വീണ്ടും വന്നിട്ടുണ്ടാവോ എന്നുള്ള പേടി, സ്കാൻ ചെയ്യുമ്പോൾ ഡേഞ്ചർ ആണെന്നുള്ള പേടി, അല്ലെങ്കിൽ ഞാൻ സേഫ് അല്ല എന്നുള്ളൊരു പേടി, ഇതെല്ലാം സ്ട്രെസ് ആണ്. ഈ സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ആവും. കോർട്ടിസോൾ ഹൈ ആയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്താക്കിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാവും, റൂമിനേഷൻസ് ഉണ്ടാവും. ഒരു തോട്ട് വരിക, അതിന് അടുത്ത തോട്ട് വരിക, റേസിംഗ് തോട്ട്സും വീണ്ടും വീണ്ടും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് പേടി വരും, ഇറാഷണൽ ഫിയേഴ്സ് ആയിരിക്കും, ഉറങ്ങാൻ പറ്റില്ല, ബോഡി പെയിൻ ഉണ്ടാവും, എസ്പെഷ്യലി ഷോൾഡേഴ്സിൽ ബാക്കിലൊക്കെ പെയിൻ ഉണ്ടാവുക, കഴുത്ത് വേദന ഉണ്ടാവുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്ക് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് പനി പിടിക്കും, ജലദോഷം പിടിക്കും, കംപ്ലീറ്റ് ഏത് നേരം ആന്റിബയോട്ടിക്സിലായിരിക്കും, പക്ഷേ ഇറ്റ് ഡസന്റ് സ്റ്റോപ്പ്. അപ്പൊ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ട്. അപ്പൊ ഇതുപോലെ എനി നമ്പർ ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവും. ക്യാൻസർ പേഷ്യൻസിന് എസ്പെഷ്യലി ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറയുമെന്ന് വെച്ചാൽ WBCസിന്റെ കൗണ്ട് കുറയും. അത് കുറഞ്ഞു കഴിയുമ്പോൾ നാച്ചുറലി അവർക്കത് പ്രോബ്ലം ആണ്. കാരണം ബോണിന്റെ അകത്താണ് നമ്മൾ കീമോതെറാപ്പി ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത്, ഡിസ്ട്രോയ്സ് ദി സെൽസ്. ഇമ്മ്യൂണിറ്റിയും കൂടി കുറഞ്ഞു കഴിയുമ്പോൾ WBCs വളരെ കുറവായിരിക്കും, അപ്പൊ ഭയങ്കര വീക്കർ സ്റ്റേജിലേക്ക് അവർ പോകും. പക്ഷെ ദ മൊമെന്റ് അവർ ഈ കാര്യം വേണ്ടെന്ന് വെക്കുമ്പോൾ അല്ലെങ്കിൽ അത് വേറെ ആംഗിളിൽ കാണാൻ തുടങ്ങുമ്പോൾ ബോഡി ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകും. അപ്പൊ അത്രയും നേരം നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. ദ മൊമെന്റ് യു ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്, യു ഫീൽ ഓപ്റ്റമിസ്റ്റിക്, നമ്മുടെ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. ഇറ്റ് കാംസ് യു ഡൗൺ. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, നമ്മുടെ BP പൾസ് ഒക്കെ നോർമൽ ആകും, യു ഫീൽ വെരി ഹാപ്പി ആൻഡ് ഒരു കാമൻസെൻസ്, ഒരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇതിന്റെ സയന്റിഫിക് സൈഡ് നോക്കുവാണെങ്കിൽ, ബ്രെയിൻ കെമിസ്ട്രി നോക്കുവാണെങ്കിൽ, നമ്മൾ ഡോപ്പമൈൻ ഇൻക്രീസ് ആകും. ഡോപ്പമൈൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോട്ടിവേഷൻ ലെവൽസ് കൂടും, കോൺഫിഡൻസ് കൂടും, അതുപോലെ സെറട്ടോണിന്റെ ലെവൽസ് ഇൻക്രീസ് ആകും. നമുക്ക് കാംനെസ് കിട്ടും, മോർ ഇമോഷണൽ ബാലൻസ് ഉണ്ടാകും സെറട്ടോണിൻ വരുമ്പോൾ. ആൻഡ് ഓബ്വിയസ്ലി കാർട്ടിസോൾ റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ബോഡി റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും, നല്ലോണം ഉറക്കം വരും, നമ്മൾ ഇച്ചിരി ഹാപ്പി ആൻഡ് ലൈറ്റ് ബാക്ക് ആയിരിക്കും. ഇതിനേക്കാളും മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ബ്രെയിനിൽ എവിടെ ഇട്ടാണ് ഒരു കാര്യം പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്രെയിനിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. നമ്മളിപ്പോ അമിഗ്ഡല എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ ഏരിയ എന്താന്ന് വെച്ചാൽ റേജ്, ദേഷ്യം, സെക്ഷുവൽ ഇമ്പൾസസിനൊക്കെ റിലേറ്റ് ചെയ്തൊരു ഏരിയ ആണ്. നമ്മളിപ്പോ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ഏത് ലോബിലിട്ടാ പ്രോസസ് ചെയ്യുന്നുള്ള കാര്യം ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അമിഗ്ഡൽ കൂടെ ആണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, വാശി, പകരം വീട്ടണം, തിരിച്ചടിക്കണം. ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിതിന് മുന്നേ ഹോമോസേപ്പിയൻസ് ആയിട്ട് ഇവോൾവ് ആയ സമയത്ത്, നിയാൻഡർതൽസ് അല്ലെങ്കിൽ ഓസ്ട്രാലോപിത്തക്കസ് ആയിട്ടൊക്കെ ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഹൈ ആയിട്ടുണ്ടായിരുന്ന ഏരിയ ഗ്രാജുവലി നമ്മൾ ഇപ്പോൾ ഹോമോസേപ്പിയൻസ് ആയി ഒരുപാട് ഇയേഴ്സ് ആയാലും ഇപ്പോൾ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് കുറച്ചും കൂടി ആക്ടിവേറ്റ് ആയിരിക്കുന്നത്.
പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിയുടെ തൊട്ട് ബാക്കിലുള്ള ബ്രെയിൻ ഏരിയ. ഈ ഏരിയ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ അത് ഡിസിഷൻ മേക്കിംഗ് ഏരിയ ആണ്, പ്രോബ്ലംസ് സോൾവിങ് ഏരിയ ആണ്. ഇവിടെ മറ്റുള്ള നെഗറ്റീവ് ഇമോഷൻസിനോ ദേഷ്യത്തിനോ വിശ്വാസങ്ങൾക്കോ ഒന്നും സ്ഥലമില്ല. ഇവിടെ ഇറ്റ്സ് കംപ്ലീറ്റ് ലോജിക്കൽ റാഷണാലിറ്റി മാത്രം ഉള്ള ഏരിയ ആണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ അതിന്റെ പ്രോപ്പർ ബാലൻസിൽ നിൽക്കണം, അതേപോലെ കോർട്ടിസോൾ ലെവൽ കുറവായി നിൽക്കണം. എന്നാൽ മാത്രമേ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ ഒരു ഇഷ്യൂ ഒരു മാറ്റർ ഗെറ്റ്സ് പ്രോസസ്ഡ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അതിനുള്ള ഒരു ബ്രെയിനിന് ഒരു ക്യാൻവാസ് പോലെ നമ്മൾ വേണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ, അല്ലെ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ മച്ച് ഈസിയർ ആയിട്ട് അത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലിട്ട് നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം പോസിറ്റീവായിട്ട് റീഫ്രെയിം ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാവും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ വീണ്ടും 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 ചെയ്ത് ബ്രെയിനിനെ എക്സ്പീരിയൻസ് ചെയ്ത് ലേണിംഗ് പ്രോസസ്സാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ കുറച്ച് പ്രാവശ്യം നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോഴേക്കും ഇറ്റ് ബിക്കംസ് സംതിങ് സിമിലർ ഓർ ഫെമിലിയർ ഇൻ ദ ബ്രെയിൻ. ഒരു പുതിയ ന്യൂറൽ പാത്വേ, ഒരു ഓപ്റ്റിമിസം പാത്വേ ബ്രെയിനിൽ ഉണ്ടാവും. സോ റീഫ്രെയിമിംഗ് ചെയ്യുന്നത് ഇറ്റ് സ്ട്രെങ്തൻസ് യുവർ ബ്രെയിൻ. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലി വരുന്ന ഒരു ഹാബിറ്റ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യും. സോ വീണ്ടും വീണ്ടും അതിനെ റീഫ്രെയിമിംഗ് ചെയ്യുന്നത് ഒരു ഡെയിലി എക്സസൈസ് ആയിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ആൻഡ് നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ലോണ്ട് ഓപ്റ്റിമിസം ഹാപ്പൻസ് വെൻ യു ഒരുപാട് ഏരിയാസിൽ ചെറിയ 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 ഹാപ്പിനെസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എപ്പോഴും ഓപ്റ്റിമിസം, ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്ന് പറഞ്ഞ ഒരു വലിയൊരു അച്ചീവ്മെന്റ്, വലിയൊരു ഹാപ്പിനെസ്സും അല്ല, ചെറിയ 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 കുഞ്ഞു ഹാപ്പിനെസ് ഇങ്ങനെ ക്ലസ്റ്റർ ആവും. നമ്മൾ ബ്രോഡൻ ആൻഡ് ബിൽഡ് തിയറി എന്ന് പറയും ബാൻക്രാഫ്റ്റ് എഡിസന്റെ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു കുഞ്ഞു ഹാപ്പിനെസ് ഉണ്ടായി, രാവിലെ ഒരു ഹാപ്പിനെസ്, ഉച്ചയ്ക്ക് ഒരു ചെറിയ ഇവന്റ്, വൈകുന്നേരം വേറെ. അപ്പൊ ആ ദിവസം നമുക്കൊരു 3 ഇവന്റ്സ് ആയി. ഞാൻ യൂഷ്വലി എന്റെ ക്ലയൻസിന്റെ അടുത്തൊക്കെ എന്ത് കണ്ടീഷനായിട്ട് അവർ വരുവാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പറയും. എന്തിനാന്ന് വെച്ചാൽ ഒരു ദിവസം ഉണ്ടാകുന്ന 3 ചെറിയ അല്ലെങ്കിൽ 4 ചെറിയ ചെറിയ ഇവന്റ്സ് എഴുതി വെച്ചു. നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ അടുത്ത് എഴുതാൻ തുടങ്ങുമ്പോഴേക്കും തലേന്ന് എഴുതി ഒന്ന് വായിക്കാൻ പറയാം. അപ്പൊ അന്ന് വായിക്കുമ്പോൾ 6 ആയി, 3 എഴുതുവാണെങ്കിൽ ഈച്ച് ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ ഒരു വീക്കിൽ നമുക്ക് കുറെ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ കുഞ്ഞു കുഞ്ഞു ഷോട്ട്സ് ഓഫ് ഡോപ്പമൈൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ബ്രെയിൻ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് സെറട്ടോണിൻ ടു. ഇപ്പൊ ഡിപ്രഷൻ ഒക്കെ ഉള്ളവർക്ക് മൂഡ് സ്റ്റെബിലൈസറും അല്ലെങ്കിൽ സെറട്ടോണിൻ ഒക്കെ കഴിക്കുമ്പോൾ നമുക്കിത് നാച്ചുറലി നമുക്ക് ഉത്പാദിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പൊ വി ഷുഡ് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പൊ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പോസിറ്റീവ് കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മൈക്രോ ജോയ്സ് എന്ന് പറയുന്നത് ഇത് വലിയ കാര്യമല്ല. ലൈക്ക് വാട്ട്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇപ്പൊ കോഫി ടീ കുടിക്കുന്ന ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ രാവിലെ എണീറ്റ് ഫസ്റ്റ് സിപ്പ് ഓഫ് കോഫി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഫീലിംഗ്, ഇറ്റ്സ് മൈക്രോ ജോയ്. ഇപ്പൊ നല്ല തണുത്ത കാറ്റ് ഫീൽ ചെയ്യുമ്പോൾ വരുന്ന മൈക്രോ ജോയ് ആണ്. പിന്നെ കുഞ്ഞു ബേബീസ് ഒക്കെ സ്മൈൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്പിനെസ്, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന മണ്ണിന്റെ ആ സ്മെല്ല്, ആൻഡ് ലോട്ട് ഓഫ് തിങ്. ചെറിയ കോംപ്ലിമെന്റ് കിട്ടുക, നല്ലൊരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ഫണ്ണി ഒരു ഫോർവേഡ് മെസ്സേജ് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത ക്വൈറ്റ് ഒരു മൊമെന്റിൽ ഇരിക്കുക. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാനും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ടു റീ എക്സ്പീരിയൻസ് ആ സെയിം സംഭവം. ഇത് സയന്റിഫിക്കലി കണക്ഷൻ ഉണ്ട്. കാരണം മൈക്രോ ജോയ്സ് എന്ന് പറഞ്ഞത് ചെറിയ ചെറിയ ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ടാകും. ചെറിയ ചെറിയ സ്പൈക്കിനെ വരുമ്പോൾ മോട്ടിവേഷൻ ഉണ്ടാവും. നമുക്ക് ഇമോഷണൽ എനർജി എന്ന് പറയും. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നമുക്ക് പറ്റും. ഒരാൾ ദേഷ്യപ്പെട്ട നമ്മൾ കൂടെ നിന്ന് വഴക്കുണ്ടാക്കാതെ അത് കാമായിട്ട് കാണാൻ നമുക്ക് പറ്റും. അതുപോലെ സെറോട്ടോണിൻ ലെവൽസ് ഇൻക്രീസ് ആവും. സെറോട്ടോണിൻ ഇൻക്രീസ് ആയിക്കാൻ നമ്മുടെ മൂഡ് സ്റ്റേബിൾ ആയിരിക്കും. എപ്പോഴും നമ്മൾ ഒരുപോലെ ആയിരിക്കും. രാവിലെ ഒരുപോലെ, ഉച്ചയ്ക്ക് വേറെ മൂഡ്, അങ്ങനെയല്ല. സ്റ്റേബിൾ ആയിട്ട് നമ്മൾ ഒരു മൂഡിൽ ഇരിക്കാൻ പറ്റും, കാമായിട്ട് ഇരിക്കാൻ പറ്റും. ആൻഡ് ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ റുമിനേഷൻ ഉണ്ടാവുന്നില്ല, നമ്മുടെ കോർട്ടിസോൾ ലെവൽ കുറയും. അപ്പൊ ഈ ചെറിയ ചെറിയ ചേഞ്ചസ് എല്ലാം കൂടി അക്യുമുലേറ്റ് ആണ്. അങ്ങനെ അക്യുമുലേറ്റ് ആകുമ്പോൾ ഈ സ്മോൾ ജോയ്സ്, വെരി സ്മോൾ ഡോപ്പമിൻ ബേഴ്സ് ഉണ്ടാവും. ഇതാണ് പോസിറ്റീവ് അപ്വേർഡ് സ്പൈറൽ എന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കറങ്ങി 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 വി റീച്ച് ഓപ്റ്റിമിസം. ഇന്റഗ്രൽ ഓപ്റ്റിമിസം റീച്ച് ആവുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പേഷ്യന്റ് അടുത്തൊക്കെ സെഷൻസ് കഴിയുമ്പോൾ ഒരു 1 or 2 സെഷൻസ് കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പുള്ളി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്. തൊട്ടടുത്ത റൂമിൽ കിടന്ന് അവൾ എന്തൊക്കെയോ ഇങ്ങനെ പറയും. ഒരു 1 year ആയ ബേബിയാണ്. അപ്പൊ ഞാൻ ഈ കുറച്ച് ദിവസത്തോടെ ശ്രദ്ധിക്കാറേ ഇല്ല അവള് പറയുന്നത്. ഇപ്പൊ ഞാൻ അതൊക്കെ ഫോക്കസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഹാപ്പി അവളുടെ സംസാരം കേൾക്കാനെന്ന് പറഞ്ഞു. അതുപോലെ എന്റെ ഫ്രണ്ട് എന്നെ കാണാൻ വരും വൈകിട്ട്, ഞാൻ അവനുമായിട്ട് സംസാരിക്കുന്നു പറയും. ഞാൻ രാവിലെ ചായ കുടിക്കുന്നു, എനിക്കിത് ഭയങ്കര ഹാപ്പിയാണ്. എന്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ബേബി ഉണ്ട്, അവൾ എനിക്ക് ഹായ് പറയും. അപ്പൊ ഇതൊക്കെ മൈക്രോ ജോയ്സിൽ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാറില്ല.
നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയും. ഇതൊക്കെ എന്നും ഉണ്ടാവുമെന്നും പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ഇന്ന് കിടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്നലെ കിടന്ന എല്ലാവരും ഇന്ന് രാവിലെ എണീക്കുമെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പൊ ഇന്ന് നമ്മൾ കിടക്കും, നാളെ രാവിലെ തന്നെ ഒരു വാറന്റി ഒന്നും ഇല്ല നമ്മുടെ ലൈഫിൽ. സോ യു ഷുഡ് ബി ഹാപ്പി. ഇതെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടെ കാണാൻ തുടങ്ങുമ്പോൾ പതിയെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും ആൻഡ് വി ഫീൽ ഓപ്റ്റിമിസ്റ്റിക്. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളില്ലേ, അപ്പോൾ ഡെഫിനറ്റ്ലി വിൽ ഫീൽ ഓപ്റ്റിമിസ്റ്റിക്. പക്ഷെ ഒരിക്കലും നമ്മളിവിടെ ഞാൻ നിങ്ങളുടെ ക്യാൻസർ ക്യൂർ ചെയ്തു, സി ഇറ്റ് ഇസ് നോട്ട് ക്യൂറിങ് ഹിസ് ക്യാൻസർ. ഇത് പുള്ളിയുടെ പ്രശ്നങ്ങളൊന്നും മാറ്റുന്നുമില്ല. പക്ഷെ പുള്ളിയുടെ ഇമോഷണൽ ക്ലൈമറ്റ്, ഇത് മീറ്റ് ചെയ്യാനുള്ള പുള്ളിയുടെ ഒരു സ്ട്രെങ്ത്, ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നില്ല. ആ ക്ലൈമറ്റ് ഇസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. അപ്പോൾ റീഫ്രെയിമിങ് നമ്മളെ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാന്ന് പഠിപ്പിക്കും. മൈക്രോ ജോയ്സ് നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യാന്നുള്ള കാര്യം പഠിപ്പിക്കും. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി ആൾട്ടറാണ്. ആൻഡ് ദാറ്റ് മേക്സ് ഓപ്റ്റിമിസം പോസിബിൾ. ഇപ്പൊ ഈ മൈക്രോ ജോയ്സ് കൂടി ബ്രെയിനിൽ പുതിയ സർക്യൂട്ട്സ് ഉണ്ടാക്കി തരും, ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് വൺ തിങ് ഐ ബിലീവ് ഇസ്, ഇപ്പൊ എന്റെ ക്യാൻസർ പേഷ്യൻസിന് ഇത്രത്തോളം ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള നമ്മളിലൊക്കെ ഇതൊരു നല്ല ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ മതി. സോ യാ, എനിക്കിതായിരുന്നു ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അനദർ തിങ് ഇസ്, ഞാൻ കേരളത്തിലല്ല ജനിച്ചു വളർന്നതൊക്കെ, അപ്പൊ എന്റെ മലയാളം നിങ്ങളുടെ അത്ര സ്വീറ്റ് ആൻഡ് ക്ലിയർ അല്ല. ഐ വുഡ് ഹാവ് കമ്മിറ്റഡ് സം മിസ്റ്റേക്സ്. എന്തെങ്കിലും ഈ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക് മീ. താങ്ക് യു മാം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, നമ്മള് ഈ മാം ഇപ്പൊ പറഞ്ഞു എവിടെ ബ്രെയിനിൽ എവിടെയാണ് പ്രോസസ് ചെയ്യുന്നത് വെച്ചാൽ വെരി ഇമ്പോർട്ടന്റ് ആന്ന് പറഞ്ഞു. അതെ. അപ്പൊ അപ്പോ ഈ റിലീജിയസ് ആയ ഒരാളാവുമ്പോ ആ, ഈ ഒരു ഹോപ്പ് അവരിൽ എപ്പോഴും കൂടുതലായിരിക്കില്ലേ? അപ്പൊ അവർക്കും ഈ ആ, ഒപ്റ്റിമിസം ഉണ്ടാവാൻ സാധ്യത കൂടുതലല്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മളിപ്പോ ഒരിക്കലും നമ്മള് പ്രേ ചെയ്യുന്നു, സ്പിരിച്വാലിറ്റി വേണ്ടെന്ന് പറയുന്നേ ഇല്ല. ബിക്കോസ് അത് ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രേ ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഹിപ്നോട്ടിക് സജഷൻ അല്ലേ? പ്രേ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് വേണം, നമ്മുടെ ഫോക്കസ് വരികയാണ്, നമ്മൾ ഒന്നും കൂടി നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണ് എനിക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ള കാര്യം. പക്ഷെ ഇത് എവിടെയാ ഇഷ്യൂ ഉണ്ടാവുന്നതെന്ന് വെച്ചാല്, ചില പേഷ്യൻസ് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവാറുള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വീണ്ടും ഈ റുമിനേഷൻസിലേക്ക് പോകും. പിന്നെ വീണ്ടും ഈ എന്താവും എന്നുള്ള പേടി. അപ്പോൾ എന്ന് വെച്ച് 24 hours പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓൾസോ നോട്ട് ഗുഡ് അല്ലേ? എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല 24/7 പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ ഇത് മാത്രം ഒരു റിലീഫ് ആവരുത്. അവിടെ ബിലീഫ് ഉണ്ട്, വി ഹാവ് ടു അച്ചീവ് സംതിങ്. അതിന്റെ കൂടെ കംപ്ലീറ്റ്ലി ഒരു നമ്മുടെ ബ്രെയിൻ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുക. ഇച്ചിരി ഹോപ്പ് ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ കൂടെ തന്നെ നമ്മുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും ഹാപ്പി ആകാനും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ട് ഗ്രാറ്റ്യൂഡ് ഉള്ള പോലെ ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ ക്ലബ് ചെയ്ത് ഇപ്പൊ എന്റെ ലൈഫ് ഹാപ്പി ആണ് എന്നുള്ള ഒരു ബിലീഫ് നമുക്ക് വരണം. ചില ആളുകളുടെ പ്രാർത്ഥനയിൽ അഗെയിൻ പ്രശ്നമുണ്ട്, എപ്പോഴും കംപ്ലൈൻസ് ആണ്. പ്രാർത്ഥിക്കാന്ന് ഇപ്പൊ നല്ലതൊന്നും അവർക്ക് പറയാനില്ല, എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മുടെ ഡീപ് ബ്രെയിനിൽ എന്താ തോന്നുക, ഒന്നും ഇല്ലല്ലോ ലൈഫിൽ, ഇയാൾ എപ്പോഴും പ്രാർത്ഥിക്കാണെന്നല്ലേ തോന്നുള്ളൂ. അപ്പൊ ഇതെല്ലാമാണ്, ഇത് എല്ലാത്തിന്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ഈസിയർ ടു ഹാൻഡിൽ. ആ പ്രാർത്ഥന നമുക്ക് പോസിറ്റീവ് ആക്കിയേ പോരാ. അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എന്റെ ആരോഗ്യം നിലനിർത്തണേ, അല്ലെങ്കിൽ ആരോഗ്യം എന്താ പറയാ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അപ്പൊ ഒരു ഒപ്റ്റിമിസം അവിടെയും വരില്ലേ ആ പ്രാർത്ഥനയിലും? പ്രാർത്ഥിക്കാം, പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ആക്ഷൻ ചെയ്യുന്നത്, ബിഹേവിയറിൽ പെരുമാറ്റത്തിൽ എന്ത് മാറ്റമാണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്? ഇപ്പൊ ഞാൻ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചിട്ട് ഉറങ്ങാതിരുന്നിട്ട് എനിക്ക് ആരോഗ്യം തരണേ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം എവിടുന്ന് എടുത്ത് ആരോഗ്യം തരും? നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇടണം. നമ്മൾ നല്ല ഫുഡ് കഴിക്കണം, റെഗുലർ ആയിട്ട് ചെക്കപ്സ് ചെയ്യണം. ഇപ്പൊ അസുഖമുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ കുറെ കൺട്രോൾ ചെയ്യേണ്ടി വരും, ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല. ഗുഡ് ഈ ഈവനിങ് മാം. സാധാരണ ഓക്കെ, ഞങ്ങള് പ്രാർത്ഥന പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ, നമ്മൾ മാറാതെ ദൈവം ഒരാളെയും മാറ്റിയിട്ടില്ല എന്നാണ് സാധാരണ പറയാറ്. എക്സാക്ട്ലി, അതാണ് കാര്യം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. എൻ്റെ ജിഷാർ എന്നാണ്. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ 2014 തൊട്ട് സ്ഥിരം കൗൺസ് ചെയ്യുന്ന ഒരാളാണ്, കൗൺസ് എടുക്കുന്ന ഒരാളാണ്. ഓക്കെ ജി.
അപ്പം ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് റെയർ പ്രശ്നമാണ്. 2 ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന പ്രശ്നമാണ് എൻ്റെ പ്രശ്നം. ഓക്കെ മെഡിക്കൽ സയൻസ് പോലും അത്ഭുതമാണ് എൻ്റെ പ്രശ്നം. ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ്. ഞാൻ പോയി കണ്ട സൈക്കോളജിസ്റ്റൊക്കെ എൻ്റെ പ്രശ്നം ഭയങ്കര അത്ഭുതമാണ്. ഓക്കെ അപ്പം എന്നെപ്പറ്റി ആൾക്കാർ ഡോക്ടേഴ്സ് എന്നിട്ട് മെസ്സേജ്, നിങ്ങളെ സൂര്യതാരം എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഫൈൻഡ് ഇറ്റ്, അതർവൈസ് യു നെവർ മൈൻഡ് ഇറ്റ് എന്നാ. ഓക്കെ സർ. ഓക്കെ, എന്താണ് ഏ? പ്രശ്നം? അപ്പം എനിക്ക് മാഡത്തിൽ നിന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഷുവർ ആയിട്ട് സർ സംസാരിക്കാം. നമ്പർ എന്ത് കിട്ടുമോ? ഇപ്പൊ ഇതിപ്പോ എല്ലാവരും കേൾക്കത്തില്ലേ? അതിന് കുഴപ്പമില്ല, നമ്പർ പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഞാനുണ്ട്, എന്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് തന്നെ. ഇപ്പോൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ഞാൻ ആൾറെഡി ഒരു 15-25 ഇപ്പൊ നാളെ ഞാൻ സെലക്ഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്ന ആൾക്കാർ പോലും ഭയങ്കര അത്ഭുതം. എൻ്റെ കേസ് കേൾക്കും നിങ്ങൾക്ക് ഭയങ്കര ഒരു എക്സാജറേറ്റ് ഉണ്ടാവും. I would definitely like to experience that. തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് സംസാരിക്കാം. അതൊരു വലിയൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ ഇങ്ങനെ കേസ് ഞാൻ എന്നേതന്നെ പറയുമല്ലോ, നിങ്ങൾ എന്നെപ്പോ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേറ്റും. ഇപ്പൊ എന്നോട് പറഞ്ഞു, ജിഷാ, ഐ മീറ്റ് യു വെരി ബ്ലെസ്സിങ് മാൻ, പക്ഷെ താങ്കളെ പരിചയപ്പെട്ടോണ്ട് എനിക്ക് ഒരുപാട് സെമിനാറുകളിൽ താങ്കളുടെ കാര്യം പറയാൻ പറ്റുന്നുണ്ടെന്ന്. ഓക്കെ അപ്പം താങ്കൾ എന്തായാലും ഞാനത് ഇതിന് ശേഷം ഒരു 10 മിനിറ്റ് തരുവാണെങ്കിൽ വിളിക്കാം, ഞാൻ സംസാരിക്കാം. ഫീസ് വേണേൽ തരുന്നതായിരിക്കും. ഷുവർ സർ, നോ പ്രോബ്ലം. താങ്ക് യു ഫോർ ഷെയറിംഗ്. മാഡത്തിന്റെ നമ്പർ എത്ര? ഞാൻ പറയട്ടെ. ആ 87 87 ആ 147 147 ആ 966 966 ആ 87. ഞാൻ ഇന്നേരം 8714796687. ഞാൻ ഇന്നേരം ഇതിലെ വാട്സപ്പിനകത്ത് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അത് ഇട്ട് തരാം. ഓക്കെ ഫസ്റ്റ് യു ലേൺ, അതിനുശേഷം എന്നോട് ചോദിക്കും എന്താണ് പ്രശ്നം എന്ന്. ഷുവർ. അപ്പൊ ഓക്കെ, ഇപ്പൊ ഇതിപ്പം തീരെ പ്രോഗ്രാം ഇതിന് ശേഷം ഞാൻ വിളിക്കാം മാമിനെ. ഇത് മെസ്സേജ് ഇട്ടാൽ മതി. 10 o'clock ആണ് സർ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. മാഡം നിയാസ് ആണ്. ഹലോ. സർ മാഡം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാഡം തുടങ്ങിയത് ഹാപ്പിനെസ്സിൽ 50% ജനറ്റിക്സും 10% സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞു. ബാക്കി 40% ഞാൻ കേൾക്കാത്തതാണോ അല്ലെങ്കിൽ ഞാൻ മിസ്സായിപ്പോയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ 40% എന്താണെന്നുള്ളതും പിന്നെ രണ്ടാമത്തത് ജസ്റ്റ് ഒരു കാര്യം കൂടി. പിന്നെ നേരത്തെ മാഡത്തിനോട് കുറച്ച് മുന്നേ സംസാരിച്ച ഡോക്ടർ സുജയിൽ അവർ പറഞ്ഞു ഈ പ്രാർത്ഥന കൊണ്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വി ഹാവ് ടു ഓൾസോ ആക്ട്, നോട്ട് ജസ്റ്റ് പ്രേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ഒരു ഹെൽത്തി ഒരാളാണെങ്കിൽ അവർക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഫസ്റ്റ് തന്നെ ഡോക്ടർമാർ സൈക്കോളജിസ്റ്റ് പറയാം ഒന്ന് എക്സസൈസ് ചെയ്യൂ, വാക്കിംഗ് ചെയ്യൂ. അപ്പോൾ എൻഡോർഫിൻസ് ഉണ്ടായിട്ട് കോർട്ടിസോളിൻ്റെ ലെവൽ കുറയുന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് പോസിബിൾ ഫോർ എ ഹെൽത്തി പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മാഡം ജോലി ചെയ്യുന്ന ഇപ്പോൾ ക്യാൻസർ വാർഡിലൊക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഫോർ ദം ടു ഡു സം ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ഇനീഷ്യേറ്റീവ് കിട്ടാൻ? കാരണം ഈ കോർട്ടിസോൾ കുറഞ്ഞാലാണല്ലോ ആക്ട് ചെയ്യാനും എന്തും ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻസോംനിയ കുറക്കണമെങ്കിൽ പോലും വാക്കിങ്ങും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻഡോർഫിൻസ് ഒക്കെ വന്നിട്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ക്യാൻസർ പേഷ്യൻസിന് വാട്ട് ഈസ് ദ ഇനീഷ്യേറ്റീവ് യു ടേക്ക്? ലൈക്ക് ഹൗ ക്യാൻ ദേ എന്താ പറയുക കോർട്ടിസോളൊക്കെ എങ്ങനെ കുറക്കാൻ പറ്റുക? ആദ്യം ഞാൻ സർ ആദ്യം ചോദിച്ചത് ഞാൻ ആൻസർ ചെയ്യാം. സോ ഹാപ്പിനെസിന്റെ ഫോർമുല H is equal to S plus C plus V എന്ന് പറയും. സോ എസ് എന്ന് പറയുന്ന സെറ്റ് പോയിന്റ്സ് ആണ്, വിച്ച് ഇസ് ജനറ്റിക് ഫാക്ടേഴ്സ്, ആൻസിസ്റ്റേഴ്സിനൊക്കെ കിട്ടുന്ന ആ ഒരു ഉണ്ടാവുന്ന ഒരു ആൾട്ടറേഷൻ. ആൻഡ് സി എന്ന് പറയുന്നത് സർക്കംസ്റ്റൻസ് ആണ് 10%. ആൻഡ് വി ലാസ്റ്റ് 40% എന്ന് പറയുന്നത് വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയും. ഒരു ഇൻഡിവിജ്വൽ അവരുടെ ലൈഫിനെ എൻറ്റയർലി കൺട്രോൾ ചെയ്തുകൊണ്ട് അവരുടെ തോട്ടും ആക്ഷൻസും ഹാബിറ്റ്സിനെയും അണ്ടർ കൺട്രോളിൽ വെക്കുക എന്ന് വെച്ചാൽ നല്ല നല്ല തോട്ട്സ്, നല്ല ആക്ഷൻസ് ചെയ്യുക, നല്ല ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഹാപ്പിനെസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ 40% ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് 60% നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Hope I'm very clear. Hello. യെസ് ക്ലിയർ ആണ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് തിങ്, ഇപ്പോ സാറ് പറഞ്ഞതുപോലെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ് അറ്റ് ദ ബിഗിനിങ് ഓഫ് മൈ റിസർച്ച്. ഞാൻ ഈ ക്യാൻസർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദർ ഇസ് സ്റ്റേജ് 1, 2, 3 and 4. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഉള്ളവരിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻസ്
എപ്പോഴും നമുക്ക് സ്റ്റേജ് 4 ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു എൻഡ് ഓഫ് ലൈഫ് ക്രൈസിസ് അല്ലെങ്കിൽ ഒരു എൻഡ് ഓഫ് ലൈഫ് കണ്ടീഷനിലുള്ള ഒരാളുടെ അടുത്ത് പോയി നമ്മൾ ആ മൊമെന്റിൽ ഓപ്റ്റിമിസം കൾട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. അപ്പൊ അവിടെ നമ്മൾ ഒരു പാലിയേറ്റീവ് കീമോയിലായിരിക്കും, മോർഫിൻ മാത്രം കഴിച്ചുകൊണ്ട് പെയിൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് കംഫർട്ട് മെഷേഴ്സ് ഓൺലി എന്ന് പറയും. ഇൻവേസീവ് ആയിട്ട് ഒരു പ്രൊസീജിയർ അവിടെ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത് നമുക്ക് മറ്റുള്ള സ്റ്റേജസ് ഓഫ് ക്യാൻസർ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ മറ്റ് ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ ഇത് നമുക്ക് എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ആൻഡ് ദ ബെറ്റർ തിങ് ഇസ് നമ്മൾ ഇതിനൊരു ഒത്തിരി അഡൾട്ടായി ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന ശേഷം നമ്മളിത് പറഞ്ഞ് പഠിപ്പിക്കുക എന്നതിനേക്കാളും ബെസ്റ്റ് തിങ് ഇസ് സ്കൂൾ ലെവൽ തൊട്ടേ നമ്മൾ എങ്ങനെയാണ് ഓപ്റ്റിമിസം കൾട്ടിവേറ്റ് ചെയ്യുക, പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി പ്രിൻസിപ്പിൾസ് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം നേരത്തെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യേണ്ട സംഭവമാണ്. നമ്മളിതൊരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ അവിടെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ട് അറ്റ് എ വെരി ഏർലിയർ സ്റ്റേജ്. അപ്പോൾ ഒട്ടും വയ്യ ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരാളിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരുപാട് നമ്മൾ അവരുമായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഓൺലി അപ്ലൈങ് ദിസ് തെറപ്പി, വി ഓൾസോ എൻഗേജ് ദം ഇൻ കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്റെ സെഷന്റെ ഒരു പാർട്ടിൽ ഐ ഹാഡ് വൺ ഓഫ് മൈ ഇന്റർവെൻഷന്റെ ഒരു സെഷനിൽ ഞാൻ അവരുടെ അൺമെറ്റ് വിഷസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അഗെയിൻ ദേ വർ ക്രിറ്റിസിസം ബിക്കോസ് ഒരു ക്യാൻസർ ഉള്ള ഒരാളോട് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അൺമെറ്റ് ആയിട്ടുള്ള ഒരു വിഷസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഇമീഡിയറ്റ്ലി ഇമോഷണൽ ആവുകയാണ് ചെയ്യുക. ബട്ട് സ്റ്റിൽ ദെയർ അവിടെ ഒരു അൺമെറ്റ് ആയിട്ടുള്ള വിഷ് ഉള്ളത് കൊണ്ട് ഈ പേഷ്യന്റ് എനിക്ക് റിക്കവർ ആയി വന്നത് അച്ചീവ് ചെയ്യണം എന്നാണോ തിങ്ക് ചെയ്യുന്നത്, അതോ ഇത്രയും ദിവസം ഞാൻ വെറുതെ കളഞ്ഞു ഇനി പറ്റില്ല എന്നാണോ തിങ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഹോപ്പ്ഫുൾ ആണെങ്കിൽ ഓക്കെ നമ്മൾ അവിടെ പോസിറ്റിവിറ്റി പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ അവരെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക. ബട്ട് ഇഫ് ദേ ഫീൽ എനിക്ക് പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുവാണെങ്കിൽ സി നമ്മൾ ഈ കണ്ട ലേൺ ഹെൽപ്ലെസ്നെസ് അവിടെ ഉണ്ട്. വി ആർ ഗോയിങ് ടു ഐഡന്റിഫൈ ഇറ്റ്. ദെൻ നമ്മൾ അവർക്കനുസരിച്ച് തെറപ്പി ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. നടക്കാൻ പറ്റില്ല, ദേ കനോട്ട് മൂവ്, പക്ഷെ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് ആ സ്പെക്ട്രം നമുക്ക് ബ്രോഡൻ ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടി ചെറിയ ചെറിയ മൈക്രോ ജോയ്സ് കൊടുക്കുക. വൺ എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കൊരു ബെഡ് റിഡൻ ആയിട്ടുള്ളൊരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നു. പുള്ളിയും പുള്ളിയുടെ ബ്രദറും ഉണ്ട്. ഹി ഈസ് അറൌണ്ട് 70. പുള്ളിയുടെ യങ്ങർ ബ്രദർ ഇസ് ഒരു 50s ആ റേഞ്ചിലാണ്, ആൻഡ് എൽഡർ ബ്രദർ ഇസ് അറൌണ്ട് 65-70 ആ റേഞ്ചിൽ. പുള്ളി അപ്പൊ കംഫർട്ട് മെഷേഴ്സ് ആണ്. ഒരു 30 years മുന്നേ അനിയനുമായിട്ട് വഴക്ക് കൂടി മിണ്ടില്ല, ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ ഒക്കെ ആയിട്ട് അവര് മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പോയി പുള്ളിയെ കണ്ട സമയത്ത് ഈ പേഷ്യന്റ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ, അൺമെറ്റ് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, എനിക്കിനി ഒരു ബ്രദർ ഉണ്ട്, അവനുമായിട്ട് ഞാൻ മിണ്ടാറില്ല, ഇനി മിണ്ടാനും പോകുന്നില്ല, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഞങ്ങൾ ഫാമിലി ആയിട്ട് കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് ക്യാൻസർ ആണെന്ന് പുള്ളിക്ക് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, ഞങ്ങൾ കോൺടാക്റ്റിലല്ലോ, പിന്നെ എങ്ങനെയാ അവനെ അറിയണേന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പുള്ളി ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഹി വാസ് ലൈക്ക് നോ, വേണ്ട അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹെസിറ്റേറ്റ് ചെയ്തു ആദ്യം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹി വാസ് ലൈക്ക് ഓക്കെ നമുക്ക് വിളിച്ചു നോക്കാമെന്ന്. ഞാൻ പുള്ളിയുടെ അടുത്ത് നമ്പർ വാങ്ങിച്ച് എന്റെ ഫോണിൽ നിന്ന് ഈ അനിയനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ്, പുള്ളിക്ക് വയ്യ, സംസാരിക്കണമെന്നോ ചോദിച്ചപ്പോൾ പുള്ളി ഭയങ്കര ഇമോഷണലായി, എനിക്ക് മിണ്ടണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ പുള്ളി വീട്ടിലെത്തി. വീട്ടിൽ വന്ന് പുള്ളിയെ കണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു കോൺവെർസേഷൻ ആയിരുന്നു അവർ തമ്മിൽ. ഇതൊക്കെ കഴിഞ്ഞ് 3rd or 4th ഡേ ഈ പേഷ്യന്റ് ബെഡ് റിഡൻ ആയിട്ടുള്ള പുള്ളി മരിച്ചപ്പോൾ എന്നെ അവരുടെ വൈഫ് വിളിച്ചു ഇൻഫോം ചെയ്തു. ഞാൻ അവരുടെ വീട്ടിൽ കാണാനൊക്കെ പോയിരുന്നു. അപ്പൊ അങ്ങനെ പോയ സമയത്ത് അവരുടെ വൈഫ് എന്നോട് പറഞ്ഞ കാര്യം, പുള്ളി ഇത്രയും ഹാപ്പി ആയിട്ട് ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു 30 years ആയിട്ട് പുള്ളിക്ക് ക്യാൻസർ ഉണ്ട്, അന്നേ തുടങ്ങി സ്റ്റേജ് 1 സ്റ്റേജ് 2 അങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഹി വാസ് വെരി ഹാപ്പി ആഫ്റ്റർ ഡൂയിങ് ദിസ്. അപ്പോൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല, നമ്മളിപ്പോ ഒരു ഇഷ്ടമുള്ള ഒരാളുമായിട്ട് സംസാരിക്കും, ഇന്ററാക്ട് ചെയ്യുമ്പോൾ സെറട്ടോണിൻ കൂടും. ഒരു പെറ്റ്, ചെറിയൊരു ഇപ്പൊ നമ്മൾ തെറപ്പി ഡോഗ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ലാബ്രാഡോർ അല്ലെങ്കിൽ ചെറിയൊരു പപ്പി, ഒരു കിറ്റനെ ഒക്കെ എടുത്ത് വളർത്ത് അതിന്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴും ഓക്സിറ്റോസിൻ ലെവൽസ് കൂടും. സോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ഓൺലി വേ ടു ഇംപ്രൂവ് യുവർ ലൈക്ക് ഹാപ്പിനെസ് ഹോർമോൺസ്. ഇറ്റ് ആർ മൾട്ടിപ്പിൾ അതർ വേസ് ഓൾസോ. അപ്പൊ നമുക്ക് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് എന്താണോ അവിടെ ചെയ്യാൻ പറ്റുക നമുക്ക് അത് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഡു ദാറ്റ്. ഗുഡ് ഈവനിങ്. നേരത്തെ ഒരു യെസ് സർ, ഗുഡ് ആക്രോനം പറഞ്ഞില്ലായിരുന്നോ, പെർമാന്ന് എന്തോ, അതൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? സാർ ഞാൻ പറയാം. പെർമ നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു മോഡലാണ്. എങ്ങനെയാണ് നമ്മൾ പോസിറ്റിവിറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നത് എല്ലാവരുടെയും ലൈഫിൽ, റിഗാർഡ്ലെസ് ഓഫ് ഏജ്,
നമുക്കിത് ചെയ്യാൻ പറ്റും. സോ പെർമ എന്ന് പറയും. പി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇമോഷൻസ് ആണ്. ഇപ്പൊ പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ പോസിറ്റീവ് ഇമോഷൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന തിങ്സ് എന്തൊക്കെയാണ്? ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക, ജോയ്ഫുള്ളി ഇരിക്കുക, നല്ല നല്ല പോസിറ്റീവ് ഇമോഷൻസ് തരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. പി. അടുത്തത് ഇ. ഇ എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം എത്രയായെന്ന് പോലും അറിയാതെ, സമയം പോകുന്നത് അറിയാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഉണ്ടല്ലോ. വി ലൂസ് ട്രാക്ക് ഓഫ് ടൈം ഒരു കാര്യം ചെയ്യുമ്പോൾ. ഇപ്പോൾ വി ക്യാൻ സേ ഞാൻ പെയിന്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ടൈം പോയെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയില്ലെങ്കിൽ അങ്ങനെ അതുപോലെ കാര്യങ്ങൾ. നമുക്ക് ടൈം എന്ന് പറഞ്ഞ സംഭവം ഒരു ലിമിറ്റ് അല്ലാതെ നമ്മൾ ചെയ്യുന്ന മറന്നു പോകുന്ന ഒരു കാര്യം. അപ്പൊ അത്രയും ഇൻഡൾജ്ഡ് ആയിട്ട് നമ്മൾ ആ കാര്യം ഇമേഴ്സ് ആയി പോവുക ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. അതുപോലത്തെ ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവുക, അതാണ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആർ എന്ന് പറയും. ആർ എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്സ്, പോസിറ്റീവ് റിലേഷൻഷിപ്സ് എന്ന് പറയും. ഈ റിലേഷൻഷിപ്സ് നമുക്കിപ്പോ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഇതില് സപ്പോർട്ടീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത ശേഷം യു ആർ വെരി സപ്പോർട്ടീവ്, നീ ഉള്ളത് കൊണ്ട് മൈ ലൈഫ് ഹാസ് ബിക്കം വെരി ഹാപ്പി, അല്ലെങ്കിൽ ഇറ്റ്സ് ബിക്കം എന്താ പറയാ മോർ ഓപ്റ്റിമിസ്റ്റിക്, അല്ലെങ്കിൽ മോർ മാനേജബിൾ എന്നൊക്കെ നമ്മൾ അയാളോട് പറയുക, ഷെയർ ചെയ്യുക ദാറ്റ് യു ആർ ഹാപ്പി ദാറ്റ് യു ആർ ഹാവിംഗ് ദിസ് പേഴ്സൺ. അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് തരുന്ന റിലേറ്റീവ്സ് ഉണ്ടാവും. നമുക്ക് റിലേറ്റീവ്സ് ആയിരിക്കാം, ഫ്രണ്ട്സുമായിട്ട്, അവരുമായിട്ട് ഇച്ചിരി ഗ്യാപ്പ് ഇടുക. ഒത്തിരി കോൺടാക്ട് കീപ്പ് ചെയ്യാതെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഫോർമലി കോൺടാക്ട് ചെയ്ത് ഒരു ഗ്യാപ്പ് ഇടുക. ആൻഡ് ദെൻ ഈ പോസിറ്റിവിറ്റി തരുന്ന ആളുകളുമായിട്ട് നമ്മൾ ഒരുപാട് സമയം സംസാരിക്കുക. അപ്പൊ ദാറ്റ് ഇസ് ആർ ഫോർ റിലേഷൻഷിപ്സ്. പിന്നെ എം ആണ്. എം എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് പറയും. നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാക്കുക. നമ്മളിപ്പോ ഒരു പേർപ്പസ് കണ്ടുപിടിക്കുക ലൈഫ് എന്ന് പറയില്ലേ. എന്തിനു വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ചോദിച്ചാൽ നമുക്കൊരു റീസൺ ഉണ്ടാവും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇല്ല. വെരി റയർലി സം പീപ്പിൾ നോസ് ദ റീസൺ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുപോലെ ലൈഫിന് ഒരു അർത്ഥം കണ്ടുപിടിക്കുക, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. ആൻഡ് ദെൻ എ ഫോർ അക്കംപ്ലിഷ്മെന്റ്. അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക, ചെറിയ കുഞ്ഞു റിവാർഡ് കൊടുക്കുക, വീണ്ടും വീണ്ടും അതുപോലത്തെ പുതിയ പുതിയ ഗോൾസ് സെറ്റ് ചെയ്ത് വീണ്ടും അതിനെ അച്ചീവ് ചെയ്യുക. അപ്പൊ ഇത് ഡെയിലി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓവറോൾ ലൈഫ് ഹാപ്പി ആയിരിക്കും. ഇറ്റ് ലീഡ്സ് ടു വെൽ ബീയിങ് എന്ന് പറയും. ഇതിന്റെ കൂടെ ലൈഫിൽ മറ്റ് പ്രോബ്ലംസും എല്ലാം വരും, ടാസ്ക്സ് ഉണ്ടാവും, എക്സാമിനേഷൻസ് ഉണ്ടാവും, എല്ലാം വരും. ബട്ട് ദെൻ വി ഹോപ്പ്ഫുള്ളി ഡു ഓൾ ദീസ് തിങ്സ്. അപ്പൊ നമ്മുടെ വെൽ ബീയിങ് ഇൻക്രീസ് ആവുന്നതാണ്. സോ ദാറ്റ്സ് പെർമ. താങ്ക് യു. Yes. മറ്റെന്തെങ്കിലും മാമിനോട് ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ചാറ്റിലൊരു പേര് ഉണ്ടായിരുന്നു, മാഡം, as a psychology student, I find positive psychology interesting. Feel could you help me explore how to apply a positive psychology therapy and specialism? Definitely PG അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ പോസിറ്റീവ് സൈക്കോളജി. മാർട്ടിൻ സെലിഗ്മന്റെ ബുക്സ് ഇപ്പോഴേ വായിച്ചു തുടങ്ങുക. ഡിസർട്ടേഷൻസ് ഒക്കെ അതിൽ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇപ്പൊ പെർമ മോഡൽ ആയിക്കോട്ടെ, ഇതൊക്കെ പതിയെ ഡെയിലി ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട്സ് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. വെൻ യു ബിക്കം എ തെറപ്പിസ്റ്റ്, പറഞ്ഞു കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഡിഫിക്കൽട്ടി എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് എത്രത്തോളം ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ പെർമ ഒക്കെ പഠിപ്പിക്കുമ്പോൾ അതിൽ പോസിറ്റീവ് ഇമോഷൻസ് വരുമ്പോഴേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പറഞ്ഞു കൊടുക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിലൊരു കാര്യം പറയുമെന്ന് പറയുമ്പോൾ അവരിങ്ങനെ പറയും, എന്റെ ഞാനൊരു ആക്സിഡന്റ് ആയ റോട്ടിൽ കിടക്കുമായിരുന്നു, അപ്പൊ എന്റെ ഒരു ആരാന്നറിയാത്ത ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് പറയും. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് വേണം, നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു മൈക്രോ ജോയ് അല്ല. ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരാളെ രക്ഷിക്കുക എന്ന് പറയുന്നത് വെരി റയർ ഇവന്റാ. ലൈഫിലൊക്കെ വളരെ റയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം അങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നമ്മൾ ഇതിരുന്ന് എഴുതുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പെട്ടെന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പറയുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ ഞാൻ സംടൈംസ് ഇപ്പൊ എന്തെങ്കിലും ബേക്ക് ചെയ്യാനൊക്കെ വെക്കും, ഞാനത് മറന്നുപോകും. സംടൈംസ് കറണ്ട് ഒക്കെ പോയിട്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഐ ഫീൽ വെരി ഹാപ്പി. ഇതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ.
എന്നാൽ ഇതിന്റെ കോൺട്രഡിക്ടറി ആയിട്ട് ചെറിയൊരു നെഗറ്റീവ് കാര്യം സംഭവിച്ചു നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ അത് തിങ്ക് ചെയ്യുമല്ലോ, അല്ലെ? എന്നാ നെഗറ്റീവ് കാര്യം മാത്രം ഇങ്ങനെ ഓർത്ത് നമ്മൾ റീലീവ് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ പോസിറ്റീവ് കാര്യം വരുമ്പോൾ നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു, പിന്നെ അത് വിട്ടു കളഞ്ഞു. ബിക്കോസ് വി നോ ഫോർ ഷുവർ നാളെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അങ്ങനെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ പഠിക്കുക. സീ ഹൗ ഇറ്റ് ചേഞ്ചസ് യുവർ ലൈഫ്. നിങ്ങൾക്ക് വരുന്ന എക്സ്പീരിയൻസസ് നോട്ട് ചെയ്യാം. അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ്. ഇപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ അറിയാൻ ട്രൈ ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമ്മൾ ഇറ്റ്സ് ലൈക്ക് ഫോക്കസ് ഇങ്ങനെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ ഫോക്കസ് ചുരുക്കി കൊണ്ടുവരണം. ഒരു മൈന്യൂട്ട് ഏരിയ എടുത്ത് അതിന് വീണ്ടും സ്റ്റഡി ചെയ്യും. അപ്പോൾ വായിച്ചു നോക്കും, ഒരുപാട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് അതിൽ ഏതാണ് ഇൻട്രസ്റ്റ് തോന്നുന്ന ഏരിയ. നമുക്ക് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. നമുക്ക് സെൽഫ് ഹെൽപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. മൈൻഡ്ഫുൾനെസ് ഒക്കെ ഈവൻ ഐ ഫെൽറ്റ്, ഞാൻ മൈൻഡ്ഫുൾനെസ്സിന്റെ കുറെ ക്ലാസ്സും വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ട് ആ കോൺസെപ്റ്റ്സ് ഒക്കെ. പക്ഷെ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് മോർ ഓപ്റ്റിമിസം ആൻഡ് ഇറ്റ്സ് മൈൻഡ്ഫുൾനെസ് ഒക്കെയാണ്. ഇപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞ ടോപ്പിക്. ആൻഡ് ദെൻ യു വിൽ ലേൺ ടു ബി മൈൻഡ്ഫുൾ. ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യം പഠിക്കാം. ആൻഡ് തെറപ്പിയിൽ ഓൾസോ ഇറ്റ് ഹെൽപ്സ് സോ മച്ച്. ബിക്കോസ് ഈ ഒരു ഗ്രൗണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്റ്റിമിസം അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്താണെന്ന് വരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകാത്ത വരെയില്ലേ ഓപ്റ്റിമിസം എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്കൊരു ഫേക്ക് ആയിട്ട് ആ ഒരു തോട്ടേ വരുള്ളൂ. ഇഫ് യു വാണ്ട് ടു റിയലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, കുറച്ചും കൂടി മൈൻഡ്ഫുൾ ആകാനും എന്താ പറയാ പോസിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ ഈ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് റിലേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിങ്ങൾ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എവറിബഡി ക്യാൻ ഡു ഇറ്റ്. ഇപ്പൊ എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടും ഞാനും ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ഉണ്ട്, അവരെങ്ങനെയാണ് ഈ പ്രോബ്ലം വന്നപ്പോൾ അവർ ഡീൽ ചെയ്തത്, ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്തത്. അപ്പൊ അവർ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടാണ് ചെയ്തെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്താണ് അവിടെ ഡിഫറെന്റ്, ഹൗ ഡിഡ് ദേ ഡീൽ ഇറ്റ് ഡിഫറെന്റ്ലി, അവിടെ എന്തായിരുന്നു ഫാക്ടർ വിച്ച് മേഡ് ഇറ്റ് ബെറ്റർ. ആ പേഴ്സൺ ആയിരുന്നു അതോ അവർക്ക് വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഹെൽപ്പ് ആണോ കിട്ടിയത്, ഇവരുടെ പോസിറ്റിവിറ്റി ആണോ എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പൊ എല്ലാറ്റിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കൊരു ലൈക്ക് ഐ സെഡ് ഗ്രൗണ്ടഡ് ആകാൻ പറ്റും. നമുക്കെന്നാ പിന്നെ എപ്പോഴും പറയില്ലേ പ്രോബ്ലം മൈനസ് ഇമോഷൻ ഇസ് ഈക്വൽ ടു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ഇമോഷനെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ അത്രയും ഉള്ള ഒരു ഹൈ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മൾ ഒരു കാം സ്റ്റേറ്റിലായിരിക്കും. ഇപ്പൊ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ പുള്ളിക്ക് എപ്പോഴും ദേഷ്യമാണ്, മദർ തെരേസ എപ്പോഴും കാം ആണ്. അപ്പൊ നമുക്ക് പറയാൻ അറിയില്ല, കാരണം നമ്മൾ രാവിലെ വേറെ കറക്റ്റർ ആയിരിക്കും, ഉച്ചയ്ക്ക് വേറെ അതുപോലെ ആയിരിക്കും. അപ്പൊ അത് സ്റ്റേബിൾ ആയിട്ടൊരു മൂഡ് കീപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇഫ് യു ആർ ലൈക്ക് ഫോളോയിങ് ഓൾ ദീസ് പ്രിൻസിപ്പിൾസ്. പിന്നെ പോസിറ്റീവ് സൈക്കോളജി റിലേറ്റഡ് ന്യൂ ഫീൽഡ് ആയതുകൊണ്ട് ഒത്തിരി സ്കോപ്പ് ഉള്ള ഏരിയ ആണ്. വർക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ഹോൾ വേൾഡ് ഇസ് ബിഹൈൻഡ് ഫൈൻഡിങ് നെഗറ്റിവിറ്റി. ആർക്കൊക്കെയാണ് ഡിപ്രഷൻ, ആർക്കൊക്കെയാണ് ആൻസൈറ്റി എന്ന് മാത്രമല്ല ടെസ്റ്റുകൾ കൊടുക്കുന്നത്. ഐ തിങ്ക് സെലിഗ്മൻ വാസ് എ ഫസ്റ്റ് പേഴ്സൺ ടു ഐഡന്റിഫൈ നിങ്ങൾക്ക് എത്ര ഓപ്റ്റിമിസം ഉണ്ടെന്ന് പുള്ളി തിരക്കായിരുന്നു. ഇപ്പൊ ഇന്ത്യൻ വേർഷൻസ് ഉണ്ട്, പെഥേരയൊക്കെ ലേൺ ഓപ്റ്റിമിസം സ്കെയിൽ എന്ന് പറയുന്ന ഇന്ത്യൻ വേർഷൻ ഉണ്ട്. അതില് ഇന്ത്യൻസിന് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട്. സോ സ്കെയിൽസ് ആർ അവൈലബിൾ, റിസർച്ച് ഒക്കെ ചെയ്യാൻ പറ്റും. നല്ലൊരു ഏരിയ ആണ് പോസിറ്റീവ് സൈക്കോളജി. മാം, ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ ഒരു 4th സ്റ്റേജ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് പാലിയേറ്റീവ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞല്ലോ മാഡം. അതെ സുഖം. എൻ്റെ ഒരു തോട്ട് പറയാണ് ഞാൻ. ഇപ്പോ ആ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല കാലത്തുണ്ടായ ആക്ടിവിറ്റീസ് അതിനൊക്കെ നമുക്ക് വീണ്ടും റിമെമ്പറൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മള് നല്ല നല്ല അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നമ്മളതിനെ സേവറിങ് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയും. നല്ല നല്ല എക്സ്പീരിയൻസ് ഞങ്ങൾ ലിറ്ററലി അതാണ് ചെയ്യാറ്. അവരുടെ അടുത്തൊക്കെ പോയിരിക്കും, നമ്മൾ അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ നിങ്ങൾ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇവരൊരു 60-70 ഏജ് ഉള്ളവരൊക്കെ ആയിരിക്കും, റിട്ടയർഡ് പോലീസ് ഓഫീസറൊക്കെ കാണും. നമ്മൾ എന്നാലും ബേബീസിനെ പോലെ ആവും. ആ ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും ഇതേ ഓപ്പൺ അപ്പ് എല്ലാം പറയും. അപ്പൊ നിങ്ങൾ എങ്ങനെയാ, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നോ, നിങ്ങൾ വായി നോക്കുമായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇപ്പൊ അതിനൊക്കെ ഒരു ആൻസർ ഒക്കെ പറയും. എന്തേ എൻജോയ് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലുള്ളവരാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അവർ നല്ല നല്ല അത് മാത്രം സംസാരിക്കാം.
ഈ പോസിറ്റീവ് തിങ്സ് വീണ്ടും വീണ്ടും സംസാരിക്കാൻ. വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ പൊതുവെ എല്ലാവരും ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ പോകുമ്പോഴേക്കും ആരും അവിടെ മിണ്ടില്ല. ഇപ്പൊ ആ വീട്ടിൽ പോയാൽ തന്നെ സെലിബ്രേഷൻസ് ഒന്നും കാണില്ല, അതിനോട് ടോക്ക് ടു ഈച്ച് അതർ, ഭയങ്കര ക്വൈറ്റ് ആയിരിക്കും. ആ ഒരു വേ എന്ന് പറയുന്നത് ഭയങ്കര ബാഡാണ് അവർക്ക്. കാരണം അവർക്ക് ഇതൊന്ന് ഒന്ന് വേറെ എന്തെങ്കിലും തിങ്ക് ചെയ്യാൻ വേണം. പക്ഷെ ആം, ഒരു ടെക്സ്റ്റ് വന്നു, ഐ കുഡന്റ് റീഡ് ഇറ്റ്. എനിക്കാണോ വന്നത്? ചാറ്റിൽ വന്നിരിക്കുന്നത്. അല്ല മാം, അത് നൗഷാദ് അതിന്റെ ഇതിട്ടതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ യെസ്, അപ്പൊ നമ്മള് നല്ല നല്ല കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടായെന്ന് പറയാം. നമുക്കതുപോലെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള പെയിന്റിങ് ചെയ്യാനൊക്കെ പറ്റും. ബെഡിലാണ്, ബട്ട് സ്റ്റിൽ അവർക്ക് കൈയും കാലൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പെയിന്റ് ചെയ്യാൻ പഠിപ്പിക്കുക. നമ്മൾ മണ്ഡല ആർട്ടൊക്കെ കൊടുത്തിട്ട് പതുക്കെ പെയിന്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി അതിൽ ഇമേഴ്സ് ആയി പോകുന്ന ആക്ടിവിറ്റിയാണ്. പിന്നെ ഇപ്പൊ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് ആ സ്റ്റേജിൽ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇവിടെ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്, നമ്മൾ എന്തോരം അവിടെ എഫേർട്ട് ഇട്ടാലും ഫിസിക്കലി അവർക്കൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ ടുവേർഡ്സ് ആ എൻഡ് സ്റ്റേജ് എന്ന് അവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും അങ്ങനെ അത് പോസിറ്റീവായിട്ട് കാണണമെന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ഫാക്ടർ അല്ലേ ഹാപ്പിനെസ് ഫോർമുല S+C+V, ഇതിൽ ഈ എസ് നല്ല അത്യാവശ്യം ഒരു 40-50 റേഞ്ചിലുള്ള ആളുകളുണ്ടാവും, ജനറ്റിക്കലി ഹാപ്പി ആയിട്ടുള്ള ചിയർഫുൾ ആയിട്ട് ഉള്ള ആളുകൾ. എന്നാൽ അതേപോലെ നമ്മൾ എറിക് എറിക്സന്റെ തിയറിയിലൊക്കെ ലൈഫിൽ ഓരോ സ്റ്റേജും ഹാപ്പി ആയിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴും അവർക്ക് കണ്ടന്റ്മെന്റ് ഉണ്ടാവും. ദേ ആർ ഹാപ്പി, ഇത്ര വർഷം ഞാൻ ജീവിച്ചു, ഇപ്പൊ ഞാൻ എങ്ങനെയാണെങ്കിലും മരിക്കും, പക്ഷെ ക്യാൻസർ കൊണ്ട് മരിക്കുന്നു അത്രയേ ഉള്ളൂ, ഞാൻ എന്റെ ലൈഫ് ഫുള്ളായിട്ട് ലീഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവും. ആരൊക്കെയാണോ ഈ സ്റ്റാർട്ടിങ്ങിൽ ഓരോ 8 ഇയേഴ്സിലും കുറെ ഇങ്ങനെ മിച്ചം വെച്ച് ജീവിക്കാതെ പോകുന്നേ, ചൈൽഡ്ഹുഡിൽ കളിച്ചിട്ടില്ല, റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ആളെ കല്യാണം കഴിച്ചാൽ, അങ്ങനെ കുറെ ഇങ്ങനെ കുറവുകൾ ഉണ്ടാവും, അവർ തന്നെ പറയുന്നതാ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മിച്ചം വെച്ച് പോയി കഴിയുമ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഞാനിതൊന്നും ചെയ്തില്ലല്ലോ, അപ്പോഴേക്കും ഞാൻ മരിക്കുവാണോ എന്നൊരു ഫിയർ വരും. സോ എപ്പോഴും ഞാൻ ക്യാൻസർ പേഷ്യൻസിനെ ചൂസ് ചെയ്യാനുള്ള റീസൺ തന്നെ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ് എന്നും പറഞ്ഞുകൊണ്ട് ബ്രോണി വാറിന്റെ ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ ഈ ബുക്കില് 5 സ്റ്റോറീസ്, അവരൊരു കാറ്റേക്കർ ആണ്. അപ്പൊ അവരിങ്ങനെ ഡെത്ത് ബെഡിൽ കിടക്കുന്ന പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ ആളുകൾ എന്തൊക്കെയായിരുന്നു ലൈഫിൽ ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യം അവസാന സ്റ്റേജിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്യണമായിരുന്നു. ചില ആളുകൾ പറയും ഞാൻ ഒരുപാട് വെക്കേഷൻസ് എന്റെ ഫാമിലിയുമായിട്ട് ചെലവഴിക്കണമായിരുന്നു, ഞാനത് എപ്പോഴും വർക്ക് ചെയ്യുമായിരുന്നു, ഞാനൊരു വർക്കഹോളിക് ആയിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഫീൽ ഉണ്ടാവും, ഞാൻ ഹാപ്പി ആയിട്ട് വെച്ചേന്നൊക്കെ പറയും. സോ നമുക്കെപ്പോഴും ഇതിൽ നിന്നൊരു എന്ത് ലെസൺ ആണ് എടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അഫ്കോഴ്സ് ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും നമുക്ക് വ്യക്തിക്ക് ഇന്ററാക്ട്, നമ്മളധികം ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ അവർ റെഡി അല്ലെങ്കിൽ നമ്മൾ അവരോട് അങ്ങോട്ട് പോയി വീണ്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞ് ലാഗ് ചെയ്യാൻ പാടില്ല. അവർക്ക് ആ ഒരു ഫ്രീ ടൈം കൊടുക്കുക. പിന്നെ വിഷ്വൽസ് പോലെ അവർ അവരുടെ ഉള്ളിൽ തന്നെ ഈ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ കണ്ട് ആ സ്റ്റേജിലേക്ക്, അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് അവരെത്തും. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവര് നമ്മുടെ ഒരു ലവ്ഡ് വൺ ഒക്കെ മരിക്കുമ്പോൾ നമുക്ക് ഗ്രീഫ് ഉണ്ടാവുന്നത്, അതുപോലെ നമ്മൾ ഒരു പേഷ്യന്റ് അവരുടെ ഡെത്ത് അല്ലെങ്കിൽ അവരുടെ ഇൽനെസ്സിനൊക്കെ നമ്മൾ പല ഗ്രീഫിന്റെ സ്റ്റേജിൽ അവർ ഗോ ത്രൂ ചെയ്യും. ചില പേഷ്യൻസ് ആദ്യമേ ഭയങ്കര ഡിനയലായിരിക്കും, ഈ ഡോക്ടർ ശരിയല്ല, ഈ ഡോക്ടർക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയും, പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ അവസാനം ഒരു അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് എത്തും. ആ സ്റ്റേജിൽ എത്തുന്നത് വരെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് കഴിയുമ്പോൾ സ്ലോലി നമുക്ക് പതിയെ വർക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അവർ മാനേജബിൾ ആയിരിക്കും, ഇന്ററാക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളവരെ അടുപ്പിക്കില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോകുമ്പോൾ വാതിലടച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട്, ദാറ്റ് ഈസ് ഫ്രം വേർ ഐ ലേൺഡ്. ഒരു 5 വർഷം ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. പക്ഷേ സംടൈംസ് ഐ ഫീൽ എന്തുകൊണ്ട് നമുക്കിതൊന്നും നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ഒരു യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എല്ലാവരും ലൈഫിന് ഒരു പോസിറ്റിവിറ്റിയോട് കൂടി കാണാൻ പറ്റുമായിരുന്നല്ലോ എന്നൊക്കെ തിങ്ക് ചെയ്യും. ഐ ട്രൈ. ഞാൻ ഇപ്പോൾ എന്ത് ഇഷ്യൂ ആയിട്ട് വന്നാലും കുറച്ച് അവരെ പോസിറ്റീവ് സൈക്കോളജി ഒക്കെ പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ, എവിടെയെങ്കിലൊക്കെ അവർ അപ്ലൈ ചെയ്യട്ടെ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു തോട്ട്. മാഡം ഒരു ചോദ്യം കൂടിയുണ്ട്. മാഡം ഈ ക്യാൻസർ വാർഡിൽ ഇതൊക്കെ ജോലി ചെയ്തുകൊണ്ട് മാത്രം ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുന്നതാണ്. ഇപ്പോൾ മുഹമ്മദ് സാറിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ എന്താ പറയുക, പല തെറാപ്പീസ് എല്ലാം പഠിക്കുമ്പോൾ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറേ നമ്മൾ കേൾക്കുന്നതാണ്.
ആ അപ്പോൾ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ക്യാൻസർ പേഷ്യൻസ് പറയാറുണ്ട് അവർ വലിക്കാറില്ല, കുടിക്കാറില്ല, ഒരു ഉം, തരത്തിലുള്ള കാർസിനോജനിക് ഉം, ഏജൻസ് അവർ തൊട്ടിൽ എൻ്റെ അടുത്ത് കൂടെ പോകാറില്ല. പക്ഷെ ഉം, അവർക്കിത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഉം, നേരത്തെ ഉം, ഒരു ഏട്ടൻ്റെ ഒരു അനിയൻ്റെ കഥ പറഞ്ഞപ്പോൾ ഉം, അനിയനായിട്ട് ഭയങ്കര റിസെൻറ്റ്മെൻറ്റിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉം, അടുത്തൊരു സ്പിരിച്വൽ ഹീലർ ഉണ്ട്, യൂട്യൂബിൽ കേട്ടതാണ്, ബിജോയ് ജോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്പിരിച്വൽ ഹീലർ ഉണ്ട്. അയാൾ പറഞ്ഞൊരു കഥയാണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഉം, 15 to 20 years മനസ്സിൽ റിസെൻറ്റ്മെൻറ്റ് വെക്കുന്ന ആളുകൾക്ക് ഉം, ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉം. അപ്പോൾ അയാൾ എന്തോ ഒരു സയൻറ്റിഫിക് സ്റ്റഡി ബേസിസിലാണെന്നൊന്നും പറയുന്നു. പറഞ്ഞതെന്നറിയില്ല. പക്ഷേ അയാൾ സ്പിരിച്വൽ ഹീലറാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ പറയായിരുന്നു. ഉം, അപ്പോൾ ഞാൻ ഇപ്പോൾ മാഡം പറഞ്ഞ കാര്യവും ഉം, ഒരു അനിയനായിട്ട് ഇത്രയും റിസെൻറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഉം. പിന്നെ മാഡത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ മാഡത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് അവർക്ക് ഒരു തരത്തിലുള്ള കള്ളുകുടിയോ എന്താ പറയുക സിഗരറ്റ് വലിയൊന്നും ഇല്ലാതെ പോലും ഇവർക്കിത് വരാനുള്ള കാരണം മൈറ്റ് ബി സൈക്കോസൊമാറ്റിക് എന്നുള്ളത് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ടോപ്പിക് ഡിസ്കസ് അബൌട്ട്. ഇപ്പൊ ഞാൻ തിങ്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫീമെയിലാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ വരാറില്ല, കാരണം അവര് സ്മോക്കിംഗ് ഒരു ആൽക്കഹോൾ ഇല്ല, അപ്പൊ അവർക്ക് എങ്ങനെ ക്യാൻസർ വരുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അവരൊന്നും ചെയ്യുന്നില്ല, അപ്പൊ അവർക്ക് റിസെന്റ്മെന്റ് കൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ സയന്റിഫിക് ഫാക്ട് എന്താന്ന് വെച്ചാൽ റിസെന്റ്മെന്റ്സ് മാത്രമല്ല, ഒരുപാട് ഫാമിലിയിലുള്ള ഇഷ്യൂസ് ഗോ ത്രൂ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ലൈഫിൽ ഹാപ്പിനെസ് അവർക്ക് ഫീൽ ചെയ്യാനേ പറ്റുന്നില്ലെന്ന് വെച്ചോളൂ. എന്താണ്ട് അവരുടെ ബയോളജി നോക്കി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി കോർട്ടിസോൾ ലെവൽസ് കോൺസ്റ്റന്റ് ആയിട്ട് ഹൈ ആയിരിക്കും. കോർട്ടിസോൾ ഹൈ ആയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൊലാപ്സ് ആവും. ഇമ്മ്യൂൺ സിസ്റ്റം ഫംഗ്ഷനിങ് ആയിരിക്കില്ല, വളരെ മിനിമം ലെവലിൽ ഫംഗ്ഷൻ ആവുള്ളൂ. ആൻഡ് ഈ സമയത്ത് ഇവർ നോർമൽ ഫുഡ് കഴിച്ചാലും എല്ലാവർക്കും ഒരു ഒരു പെർസെൻറ്റേജ് വരെ പോസിബിലിറ്റി ഓഫ് ക്യാൻസർ ഉണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. എവറിബഡി ഡസ് ഹാവ്. നമുക്ക് സെൽസ് ഉള്ളവരാണെങ്കിൽ ആ സെൽസ്, ഇപ്പോൾ ക്യാൻസർ എന്ന് ലിറ്ററലി എന്താണ്, ഇപ്പോൾ ഒരു നഖമായിട്ട് വളരേണ്ട സെല്ല് അത് അവിടെ വളരാതെ ഹാർട്ടിലോ വേറെ ഏതെങ്കിലും ഒരു ഓർഗനിൽ, നമ്മൾ വയറിലോ എവിടെയെങ്കിലും ആ സെല്ല് വളരുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ വയറ്റിൽ വയറിൻ്റെതായിട്ടുള്ള അഡിനോസ് ടൈപ്പ് ടിഷ്യൂസ് വേണം വളരാൻ, പക്ഷെ അവിടെ അതല്ലാതെ ഒരു ഡെർമോയിഡ് ടിഷ്യൂ വളരുവാണെങ്കിൽ അത് ക്യാൻസർ ആവും. ഇപ്പൊ സ്കിന്നിന്റെ ടിഷ്യൂ അല്ലാതെ വേറെ അകത്തുള്ള ഒരു ബോണിൽ ഉണ്ടാവുന്ന ടിഷ്യൂ ആണ് സ്കിന്നിൽ വളരുന്നെങ്കിൽ സ്കിൻ ക്യാൻസർ ആവാം അല്ലേ. അപ്പൊ ഈ സെൽസ് ഉള്ള എല്ലാവർക്കും ക്യാൻസർ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മൾ ബയോസൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. റൈറ്റ് നൗ നമ്മൾ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച് മാത്രമാണ് റിസർച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും സ്പെൻഡ് ചെയ്യുന്നതും നമുക്ക് അറിയാൻ പറ്റുന്നതും സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ളത്. ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഡു കോൺട്രിബ്യൂട്ട്. പക്ഷെ എത്രത്തോളം അത് എന്താ പറയാ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളത്, റൈറ്റ് നൗ വി ഡോണ്ട് ഹാവ് ദി റിസോഴ്സസ് ഓർ ടെക്നിക്സ് ടു പ്രൂവ് ഇറ്റ്. പിന്നെ അത് വളരെ ഒന്നോ രണ്ടോ സ്റ്റഡീസ് കാണും. അതും കൾച്ചറലി നമുക്ക് എല്ലാ കൾച്ചറിലും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ റിസെന്റ്മെന്റ് ഇന്ത്യൻസിനാണ് പൊതുവെ, നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയാൻ പറ്റില്ല, ടു നെക്സ്റ്റ് ഇപ്പൊ ഏഷ്യൻസ് ആണ് റിസെന്റ്മെന്റ്സ് ഒക്കെ അങ്ങനെ വെക്കുന്നത്. അബ്രോഡൊക്കെ പോയിട്ട് നോബഡി കെയർസ് അല്ലേ. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആരും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. ബട്ട് സ്റ്റിൽ ദർ ഇസ് ക്യാൻസർ. അപ്പൊ അവിടെ എന്തുകൊണ്ട് വരുന്നു? ഇതിന് അതിന് ഒരുപാട് ആംഗിൾസ് ഉണ്ട് കാണാൻ. ബട്ട് ഓഫ് കോഴ്സ് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ മൈൻഡ് എത്ര ഹെൽത്തി ആണ്, നമ്മുടെ മൈൻഡ് എത്രത്തോളം സ്ട്രെസ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇറ്റ് ക്യാൻ ബി എ ഫാക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ മാം? യെസ് അശ്വർ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് ഈ ഒരു സെഷനിലേക്ക് എത്തിയത്, നമ്മളെ പോസ്റ്റ് കണ്ട് സൗമിനി മാം ഇതിൽ റിസർച്ച് ചെയ്യുന്ന കാര്യം പറയുകയും എങ്ങനെ ഞാൻ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സെഷനിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ എനിക്കറിയാവുന്നതാണ് പിന്നെ മാമിനെ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഇങ്ങോട്ട് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതും ഒരു റിസർച്ചിന്റെ ബേസിൽ നമ്മൾ വെറുതെ ഒരു ഇത് പറഞ്ഞു പോകുന്നതിന് പകരം വർഷങ്ങളോളം റിസർച്ച് ചെയ്ത്, അതും ക്യാൻസർ പേഷ്യൻസിന്റെ ഇടയിൽ റിസർച്ച് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും അത് വളരെ വളരെ വിലപ്പെട്ട ഒരു വിവരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വലിയൊരു ബാക്കപ്പാണ് അത്, വലിയൊരു സപ്പോർട്ടാണ്. അതൊരു സയന്റിഫിക് റിസർച്ചിന്റെ ബാക്കപ്പ്. എൻ്റെ റിസർച്ച് ഏരിയ വേറെയാണ്, ഇതല്ല. പക്ഷെ ഈ പോസിറ്റീവ് സൈക്കോളജി പഠിച്ചപ്പോൾ എനിക്കത് ആരോടെങ്കിലും പറയണം തോന്നിയപ്പോഴാണ് അതിനെ പറഞ്ഞ മേമോ പറഞ്ഞ പുസ്തകങ്ങളും മറ്റ് മേഖലകളും ഒക്കെ പഠിക്കുകയും അതിൻ്റെ ഒരു കോഴ്സ് പോയിട്ട് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് കുറേ ആളുകൾ അറിയണം തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി നമ്മൾ അനൗൺസ് ചെയ്യുന്നതും മാം അപ്പോഴാണ് ഇതിലാണ് റിസർച്ച് ചെയ്യുന്നത് എന്ന് അറിയുന്നതും.
അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ സാധ്യതകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ റെഡിയാണെന്ന് പറഞ്ഞതും അപ്പോൾ ഞാൻ ആ അവസരം പൂർണ്ണമായിട്ടായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാമിൻ്റെ സമയം സന്ദർഭം നോക്കിയിട്ട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് ഒരു അവസരം ചോദിച്ചു. അവരത് തന്നു. അതിന് അവരോടുള്ള നന്ദിയും കടപ്പാടും എല്ലാം നമ്മൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നതിന് അവർ റെഡിയാന്ന് പറഞ്ഞതുകൊണ്ട് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നൗഷാദിനെ എന്നെ കോൺടാക്ട് ചെയ്താൽ പേഴ്സണൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അത് തരികയും ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടെ അറിയിക്കുകയാണ്. ഒരുപാട് 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 സന്തോഷം. എങ്ങനെയൊക്കെ ഞങ്ങൾ നന്ദി പറയണമെന്ന് അറിയില്ല, കാരണം അത്രയധികം വിലപ്പെട്ട വിവരങ്ങളാണ്. കാരണം എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ, റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രസന്റേഷൻ നമുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും